So good evening, champions. Good evening, officers. Good evening, sir. Good evening, Samjit. Hello, friends. Good evening. Can you guys hear me? Am I audible, everybody? Good evening, sir. Good evening, Siddharth. Yes, sir. Hi, Sushma. Hi, Gokul, Sneha, Ashwati, Aishwarya. So we'll be starting the session soon. പക്ഷേ I wanted to know അതിന്റെ മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ you can ask it so we can discuss that questions. Any doubts or any confusions you guys have, നിങ്ങൾക്ക് ഈ സമയം യൂസ് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യുന്നത് വരെ you can surely talk about the confusions or the ideas that you think are confusing. എന്തെങ്കിലും പ്രിപ്പറേഷനെ കുറിച്ച് ചോദിക്കാനുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ this is a good opportunity for you. Good evening, Vishnu. Hi, Rajkumar sir. Hello, Akhil sir. Hi, sir. Good evening. Good evening. Yeah, Yeah. Vishnu. Yeah, that's so nice. Keeping the cameras on is always very, very useful. Ah, Okay. So I think we can start, or should we wait, sir? I think we wait for 2-3 minutes more. Yeah, we'll wait for 3 more minutes. We'll start at 7:05. Okay. Yeah. So, time ബാക്കിയുള്ളവർക്ക് use ചെയ്യാം. So, if you have any questions about preparations, about UPSC, നിങ്ങൾ questions പറഞ്ഞാൽ ഞങ്ങൾ note ചെയ്ത് വെക്കാം and we'll discuss it in the session while we conduct. ഞാനും രാജ്കുമാർ സാറും കൂടിയിട്ടാണ് ഈ സെഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രിപ്പറേഷനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പോ ആൾക്കാർ വരുന്നത് വരെ യു ക്യാൻ യൂസ് ദിസ് ടൈം. ആൻഡ് മെസ്സേജ് ഗോകുൽ സർ എനിക്ക് ജോഗ്രഫി ഓപ്ഷൻ എടുക്കണം പറ്റുമോ? ഞാൻ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഗോകുൽ. ജോഗ്രഫി ഓപ്ഷൻ എടുക്കാൻ പറ്റുമോ? ഐ വിൽ ഡിസ്കസ് അബൌട്ട്. ആൻഡ് ഇറ്റ് വുഡ് ബി എ ബെറ്റർ ഇന്ററാക്റ്റീവ് സെഷൻ. എല്ലാവരും അവരുടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ rather than typing, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മോർ ഇന്ററാക്റ്റീവ്. നമുക്ക് എല്ലാവർക്കും ഇനി നന്നായി മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും പറ്റും. സോ ഇഫ് യു ഗൈസ് ആർ കംഫർട്ടബിൾ, അഗെയിൻ ഇറ്റ്സ് നോട്ട് എ ഓർഡർ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മോർ ഇന്ററാക്റ്റീവ് സെഷൻ. ഇനി കൂടുതൽ നമുക്ക് തമ്മിൽ അറിയാനും പറ്റും. സോ ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആൻഡ് ഐ ഗോട്ട് വൺ ക്വസ്റ്റ്യൻ ഫ്രം Gokul and I have noted it out. Geography പഠിച്ചിട്ടില്ല, so is geography an option he can take? Any other questions? Sir. Yes, sir. I'm Siddharth speaking. Sir, I hope you remember me. I'm your student from Palakkad Civil Service Academy. Hi, Siddharth. Sir, hello, sir. Hey, so nice to see you. Nice to see you once again. Sir, എനിക്ക് ചോദിക്കേണ്ടത് ഈ നമ്മുടെ NCERT പ്രിപ്പറേഷൻ ഏത് ക്ലാസ് മുതലുള്ള ജിയോഗ്രാഫി ടെക്സ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? For geography, NCERT നമുക്ക് തുടങ്ങാം. ബേസിക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കാം. എന്നിട്ട് എല്ലാവരും വന്നിട്ട് വീൽ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് സോ ദാറ്റ് എവറിബഡി ക്യാൻ നോ ദ ആൻസേഴ്സ്. Sir, mic mute on. So I have noted down the questions and I'll answer it once everybody comes in so that they will also get to know. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവരും. Come on. എന്തായാലും പ്രിപ്പറേഷനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടുന്നുണ്ടാവും. ഓക്കെ, ഗോ ഹെഡ്. ജോഗ്രഫി ഓപ്ഷൻ എടുക്കുമ്പോൾ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കണമെന്നുണ്ടോ? നമുക്കല്ലാതെ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ?
UPSC mottam self-preparation. Okay, I'll again note it down, self-preparation, and we'll answer this question. Self-preparation ചെയ്യാൻ പറ്റും. Oh, done. There. Come on. Okay. So, Rajkumar sir, തുടങ്ങാം അല്ല ഇനി വെയിറ്റ് ചെയ്യണോ 5 minutes or should we start? Sir, I think we can start. Okay. തുടങ്ങാം. So, first of all, I would like to welcome you all. നമ്മളൊരു ജോഗ്രഫി ഓപ്ഷനിലെ പറ്റി ഒരു ഓറിയന്റേഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ജോയിൻ ചെയ്താൽ we are very, എന്താ പറയാ, നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം യു ഓൾ. And some of you must be knowing Sundaran sir, some of you must be knowing me. Sundaran sir actually very experienced geography faculty who have been taking classes all over India. And so we were planning to come together so that നമുക്ക് geography option എന്ന രീതിയിൽ നമുക്ക് like we could help the aspirants who are trying this year or next year. So I think today in this webinar we will be trying എന്താണ് geography optional, how important, like among the other optional, why geography stands out, എന്താണ് geography optional പഠിക്കുന്നതിനുള്ള advantages, what are the issues, അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ ഈ സിലബസിൽ കവർ ചെയ്യേണ്ടത്, ഹൗ ടു പ്രിപ്പയർ പോലെ ജനറൽ ആയ കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് ദാറ്റ് വുഡ് ഹെൽപ്പ് യു ടു ക്ലിയർ യുവർ ഡൗട്ട്. ഓക്കെ, നിങ്ങൾ ജോഗ്രഫി ഓപ്ഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണെങ്കിലും അഥവാ ഏത് ഓപ്ഷനിൽ വേണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് ആൻ ആൻസർ ആഫ്റ്റർ ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ ഫീൽ ഫ്രീ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ലൈക്ക് റിഗാർഡിംഗ് ഓപ്ഷനിനെ പറ്റിയിട്ട് എങ്ങനെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ആഫ്റ്റർ ദ വെബിനാർ ഇഫ് യു ഹാവിംഗ് എനി ക്വയറീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. സോ I welcome Sundaram sir. Sundaram sir, you can start. Okay. So, very good evening, officers, and very good evening, champions. Officers, വിളിക്കുന്നത് കാരണം നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ഓഫീസർ ആവാൻ പോകുന്നതാണ്. So, ഇന്ന് മുതലേ വിളിച്ചു തുടങ്ങാം. Right? Rajkumar sir, can you give me screen sharing also? Rajkumar sir? Done, yeah. Sir. Done, sir. Done. Super. So, 1 hour of session, 1 hour, half an hour, I'll be taking on why geography optional. നിങ്ങളുടെ ഒരു life changing subject ആയിട്ട് മാറാനുള്ള ഒരു വലിയ opportunity ആണ്, and why that is. And second half an hour, our most experienced faculty, Rajkumar sir, he has a wonderful command over many parts of geography. So അതുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത്. ഞങ്ങൾ രണ്ടുപേരും കോംപ്ലിമെന്റ് ഈച്ച് അതർ. എന്റെ ഇഷ്ടമുള്ള സ്ട്രോങ് സബ്ജക്ട്സ്, രാജ്കുമാർ സാറിന്റെ സ്ട്രോങ് സബ്ജക്ട്, വി ആർ കമ്പൈനിങ് ഇറ്റ് ടുഗെദർ ആൻഡ് ട്രൈങ് ടു ഗീവ് യു ദിസ് ജോഗ്രഫി ഓപ്ഷണൽ ഒരു മോഡ്യൂൾ ഫോമിൽ. ഈ ക്ലാസ്സിൽ കേട്ട് പഠിച്ച് നോട്ട്സ് വായിച്ച അതിന്റെ അപ്പുറം നിങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത ആ ഒരു മോഡലിലാണ് നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് ഫീഡ് ചെയ്യാനാണ് നോക്കുന്നത്. ആൻഡ് ദ മെയിൻ ഐഡിയ ഓഫ് ദിസ് കോഴ്സ് ഇസ് ടു ഹൗ ടു മേക്ക് ജോഗ്രഫി ഓപ്ഷണൽ ഈസി for all of you guys, how to make it easy. So let's start. അതിനു മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. 10th വരെ ജോഗ്രഫി പഠിച്ചിട്ടില്ല. ജോഗ്രഫി നമ്മൾ ഡെയിലി എല്ലാവിടെയും കാണാൻ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ ഇടുന്ന വസ്ത്രം, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്, ഇതിപ്പോ വെസ്റ്റേൺ ഡ്രസ്സസ് ഒക്കെ, പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം ജോഗ്രഫി റിലേറ്റഡ് ആണ്. നമ്മുടെ ഭാഷ, നമ്മുടെ ശൈലി, നമ്മുടെ രീതികൾ, everything depends on geography. So geography is a mother science. That's what geography is called. It's called as the mother science because geographyക്ക് ശരിക്കും സ്വന്തമായിട്ട് ഒന്നുമില്ല. എല്ലാ സബ്ജക്ട്സിൽ നിന്നും കടം വാങ്ങി ഒരു സൂപ്പർ സബ്ജക്ട് പോലെ ഉണ്ടാക്കിയ ഒരു സബ്ജക്ട് ആണ് geography, and it will answer many questions in your life, and it will help you to score ഒരു നല്ല മാർക്ക്, not only in your optional but also in other papers of your UPSC preparation. And അതാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. ആൻഡ് എന്തൊക്കെ നോട്ട്സ് പഠിക്കണം, NCERT സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വഴിയെ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് നെഗറ്റീവ് തന്നെ പറയാം. സോ ആദ്യം പ്രശ്നങ്ങൾ, 2 വലിയ പ്രശ്നങ്ങളാണ്. ഒന്ന് വാസ്റ്റ് സിലബസ് ആണ്. സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലുതാണ്. യെസ്, ഇറ്റ് ഇസ് ട്രൂ. ആൻഡ് കുറെ കുട്ടികൾ ഇതില് ജോഗ്രഫി ഓപ്ഷൻ എടുക്കുന്നുണ്ട്. കാരണം അതിനും റീസൺ ഉണ്ട്. സക്സസ് റേറ്റ് ഉണ്ട്, ഈസി ടു സ്റ്റഡി ആണ്.
മാർക്ക് സ്കോറിംഗ് ആണ്. ഇത് രണ്ടെണ്ണമാണ് മെയിൻ നെഗറ്റീവ് ഇഫ് യു ടോക്ക് അബൌട്ട് ജോഗ്രഫി ഓപ്ഷൻ. ഇനി നമുക്ക് പോസിറ്റീവ്സ് നോക്കാം. കുറെ പോസിറ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തത് സബ്ജക്ട്സ് എങ്ങനെയാണ്, ഭയങ്കര സയന്റിഫിക് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഫിലോസഫിക്കൽ ആണ്. ജോഗ്രഫി രണ്ടിന്റെയും നടുക്കൊരു പെർഫെക്റ്റ് ബാലൻസ് ആണ്, ഒരു പെർഫെക്റ്റ് മിക്സ് ആണ്. ഫിലോസഫീസിന്റെയും തിയറീസിന്റെയും ആൻഡ് സയന്റിഫിക് സ്റ്റഡീസിന്റെയും. സോ ഒരുപാട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുമില്ല, അല്ല ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയുമല്ല. ഇറ്റ് ഇസ് എ സബ്ജക്ട് ദാറ്റ് ക്യാൻ ബി സൂട്ടഡ് ഫോർ എവറി ബ്രാഞ്ച്, എല്ലാ സ്ട്രീമിൽ നിന്നും വരുന്നവരും. ജോഗ്രഫി ഈസ് എ വെരി വെരി, ഞാൻ നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, എല്ലാവർക്കും ഒരു നല്ല സബ്ജക്റ്റ് ആണ്. കാരണം ഫുൾ തിയറിറ്റിക്കലും അല്ല, ഫുൾ ഫിലോസഫിക്കലും അല്ല, ആൻഡ് ഫുൾ മാത്തമാറ്റിക്സും കാൽക്കുലേഷൻസും അല്ല, പെർഫെക്റ്റ് മിക്സ് ആണ് രണ്ടിന്റെ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് പോയിന്റ് ഇൻ ജോഗ്രഫി. ദെൻ വെരി വെരി ഈസി ടു സ്റ്റഡി. ആ ഇത്രയും പേര് എടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മെയിൻസിലും 4000 പേര് appear with geography, and almost 7% people clear taking geography as an optional subject. So why? ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് സബ്ജക്റ്റ് ആണ്. ഒരു ലിങ്ക് ഉണ്ട്. ആദ്യം ഒരു സൈഡിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് മനസ്സിലാവും. ഇത് മനസ്സിലാക്കിയാൽ അതിന്റെ കണക്ഷൻ മനസ്സിലാവും. ആൻഡ് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട്, ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി. എല്ലാം ബൈ ഹാർട്ട് അടിക്കുന്ന സബ്ജക്ട് അല്ല ജോഗ്രഫി. കുറെ മനസ്സിലാക്കാനുണ്ട് ആൻഡ് കുറച്ച് ബൈ ഹാർട്ട് അടിക്കാനുണ്ട്. സോ അഗെയിൻ രണ്ടിന്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ്. ഈസി ടു സ്റ്റഡി. ഭയങ്കര നല്ല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സോ രാജ്കുമാർ സാറും ഞാനും ലാസ്റ്റ് 1 month ആയിട്ട് വി വെയർ പ്ലാനിങ് ഓൺ ഹൗ ടു മേക്ക് ദിസ് ഈസി ഫോർ യു. സോ എല്ലാ ദിവസവും ക്ലാസ്സിൽ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ടോപ്പിക്കിന്റെ ആൻസർ ഫോർമാറ്റിൽ തന്നെ നോട്ട്സ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് തരുന്നത് എങ്ങനെയായിരിക്കും, ഒരു ആൻസർ ഫോർമാറ്റ്. സോ എല്ലാ ടോപ്പിക്സിന്റെയും ആൻസർ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാവും, ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യും രാജ്കുമാർ സാറും ഞാനും. അതല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ, ഇൻഫർമേഷൻ, കറണ്ട് അഫയേഴ്സ്, അതിൽ കൂടുതൽ ആഡ് ചെയ്യാനുള്ളത് എല്ലാ ദിവസവും പെർഫെക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് സാറിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഞാൻ എന്റെ ടോപ്പിക്കിൽ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് വുഡ് ബി ഗിവൺ ടു യു. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. സോ എല്ലാ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതിന്ന് ഓരോ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. ദിസ് വുഡ് ബി വെരി വെരി പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സും ഈ മെറ്റീരിയൽസിന്റെ അപ്പുറം കറണ്ട് അഫയേഴ്സ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സും വിൽ ബി ഗിവിംഗ് യു. സോ വേറെ വലിയ വലിയ ടെക്സ്റ്റ് ബുക്സ്, മാജിദ് ഹുസൈൻ, സവിന്ദർ സിംഗ്, you don't have time. So you don't have to work so hard. എല്ലാ ടോപ്പിക്സിന്റെയും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ട്സും, ഒന്നാമത്തത് ക്ലാസ്സിലെ നോട്ട്സ് കിട്ടും ഇൻ ആൻസർ ഫോർമാറ്റ്. അതല്ലാണ്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ എവറിഥിങ്, ദ വർക്ക് behind this has been going on for the past 1 to 1.5 months, and ellam set ayinde. So every day you will get the notes that you will be adding on to your preparation. Okay, just a second. Yeah, then okay, let's see more positives from this. Good materials available. ഇതല്ലാണ്ട് നിങ്ങൾക്ക് കുറെ മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൽ വരുന്ന ജോഗ്രഫി റിലേറ്റഡ് ആയ ന്യൂസ്, ജോഗ്രഫി കുറെ റിലേഷൻസ്, ഞാൻ പറഞ്ഞു ജോഗ്രഫി മദർ സയൻസ് ആണ്. സോ എക്കോളജി, ഏതെങ്കിലും പുതിയ സ്പീഷീസ് എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അഗ്രികൾച്ചറിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അഗെയിൻ ജോഗ്രഫി. എക്കണോമിക്സ്, ലിത്തിയം റിസോഴ്സ് ഫൈൻഡ് JNK എവിടെയാണ്, എത്രക്കാണ്, അഗെയിൻ ജോഗ്രഫി. So geography has a very very vast coverage. In the sense, എല്ലാ സബ്ജക്ട്സും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ജോഗ്രഫി. ആൻഡ് ചെക്കിംഗ് is very very lenient. The highest marks in geography has been around 330, 340. ഇത്രയും മാർക്സ് കിട്ടിയിട്ടുണ്ട് ഹൈയസ്റ്റ്. സോ ജോഗ്രഫിയിലെ മാർക്കിംഗ് ബാക്കിയുള്ള സബ്ജക്ട്സ് അത്ര പിടിച്ചു വെക്കുന്നില്ല. ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ലീനിയന്റ്. ദാറ്റ് ഈസ് വൺ അതർ അഡ്വാൻറ്റേജ്. കാരണം നമ്മുടെ ടോട്ടൽ സ്കോറിന് റേസ് ചെയ്യാൻ ഇറ്റ്സ് എ വെരി 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 ഗ്രേറ്റ് ഓപ്ഷൻ. Paper are easy and not very very dynamic. For example, കുറെ ഓപ്ഷനിൽ
they will give you a statement. ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വരെ ആരാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ജോഗ്രഫിയിൽ ഇറ്റ് ഈസ് വെരി വെരി ഡയറക്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 2022 ജോഗ്രഫി ഓപ്ഷണൽ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു അറിയും? കോറൽ റീഫ്. ഒരു GS പഠിക്കുന്ന കുട്ടിക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ജോഗ്രഫർ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ, ഓപ്ഷനിൽ എഴുതുമ്പോൾ വിൽ റൈറ്റ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് മെത്തേഡ്. കോറൽ റീഫ്സ് ഉണ്ടായിരുന്നു, സ്പീലിയോതേർമ്സ്, ഈ മറ്റേ കേവ്സിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ഫീച്ചേഴ്സ്, ഇതൊക്കെ GS പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അതും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോയിൽസ്, എന്തുകൊണ്ടാണ് ലേയേഴ്സ്, ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് സോയിൽ. സോ it is not that നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് അന്തം വിട്ട് നിൽക്കേണ്ട കാര്യമില്ല. You can attempt all the questions in your mains and optional, and അതൊരു minimum requirement ആണ് to clear mains. At least you have to attempt 95% of the question. അത് it gives you a big advantage compared to other optionals where 5-6 ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് അറിയില്ല ഏത് ഫിലോസഫർ ഏത് സെഷനിലാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് വി ക്യാൻ അറ്റംപ്റ്റ്. ആ പ്രശ്നം ജോഗ്രഫിയിൽ ഒരിക്കലും നമുക്ക് വരുന്നില്ല. ദാറ്റ്സ് വൺ ഓഫ് ദ, അതുകൊണ്ടാണ് ഇത്രയും പേര് എടുക്കുന്നത്. Then helps in UPSC personality test. Yes, പേഴ്സണാലിറ്റി ടെസ്റ്റ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നിങ്ങളുടെ ലോക്കൽ ഏരിയാസിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്ഥലത്തിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ സ്ഥലത്തിലെ വെതർ എങ്ങനെയാണ്, നിങ്ങളുടെ അവിടുത്തെ സോയിൽ എങ്ങനെയാണ്. ഇപ്പോ if you are from Wayanad, they'll ask you what are the soil types in Wayanad, what all plantations grow. So geography helps you get a good control on your personality test also. And as I said, ഭയങ്കര സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമ്മുടെ മാർക്സ്, ടോട്ടൽ മാർക്സിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഇസ് ദാറ്റ് ജോഗ്രഫി നല്ലൊരു ഹോൾഡ്. നിങ്ങൾ ഓപ്ഷണൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട്, ഇതൊരു 4 months സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ 200 hours ഓഫ് ക്ലാസ്സസ് ആണ്. ഈ 200 hours ക്ലാസ്സസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് അതിന്റെ നോട്ട്സ് പഠിച്ച്, ആൻഡ് ഞങ്ങൾ തരുന്ന എക്സ്ട്രാ നോട്ട്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ വെരി ഗുഡ് കമാൻഡ് ഓവർ യുവർ ജോഗ്രഫി. ആൻഡ് ജോഗ്രഫിയിൽ നല്ല കമാൻഡ് ഉണ്ടെങ്കിൽ സീ ദ ബെനിഫിറ്റ്സ്. എവിടെയൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് കിട്ടുന്നത്? ആദ്യം മെയിൻസ് GS പേപ്പർ 1 ജോഗ്രഫി 80 മാർക്സ് ജോഗ്രഫി ഉണ്ട്. അതല്ലാണ്ട് സൊസൈറ്റി ലൈക്ക് ട്രൈബൽ ഇഷ്യൂസ്, സൊസൈറ്റിയിലെ ഇഷ്യൂസ്, ഇതൊക്കെ ജോഗ്രഫിന്റെ പാർട്ടാണ്. സോ ഓൾമോസ്റ്റ് GS 1 80 to 100 മാർക്സ് you can have an advantage about others. വേറെ ആൾക്കാരെയും കാട്ടും നമുക്ക് നന്നായിട്ട് ഈ ആൻസർ ചെയ്യാൻ പറ്റും GS പേപ്പർ 1. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ്, Suez, the blockade in Suez Canal, then SAARC, South Asian Association Region, SAARC, Indian Ocean Rim Regions, BIMSTEC, territorial waters, international waters, IR-ലുള്ള കുറെ ടോപ്പിക്സും. ആൻഡ് വെൻ യു ഹാവ് നല്ല ജോഗ്രഫിയിൽ ഹോൾഡ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ഇഷ്യൂസും നന്നായി ലിങ്ക് ചെയ്യാൻ പറ്റും. അതോട് എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ വർഷം എന്തായാലും ചോദിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഇസ്രായേൽ പലസ്തീൻ. So when you understand the geography of that area, why people came through area, why that area is so important, എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും കൈമാറിക്കൊണ്ടേയിരിക്കുന്നത് സ്ഥലം, why has it been so volatile area, again part of geography. You will also be studying geography of languages. എങ്ങനെയാണ് ഡിഫറെന്റ് ലാംഗ്വേജസ് വന്നത്, എങ്ങനെയാണ് ഡിഫറെന്റ് റിലീജിയൻസ് വന്നത്, എങ്ങനെയാണ് റിലീജിയൻസ് ഓരോ സ്ഥലത്തിലെ ഡെവലപ്മെന്റ് വേരി ആക്കിയത്. ഫോർ എക്സാമ്പിൾ, you will talk about Roman Catholic Christianity, which was in Italy, Spain. But we'll talk about Protestant in USA, UK. So each Christianity, you can see faster development in these regions compared to the Catholic development, which areas that practice Roman Catholic. So we study geography of religions. You get an overall picture about it. So IR, another 30-40 marks, it would be very helpful for you. GS paper 3, ecology, economics. You would say geography is related to economics. Geography and economics are very Siamese characters. എക്കണോമിക് ജോഗ്രഫി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അഗ്രികൾച്ചർ, ട്രേഡ്, ട്രാൻസ്പോർട്ട്, സോ മൈഗ്രേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് പേപ്പർ 3 ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ആൻസേഴ്സ്, വെൻ യു ആർ എൻ എക്സ്പേർട്ട് ഇൻ ജോഗ്രഫി,
നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് വുഡ് ബി ഇൻ എ വെരി വെരി ഡിഫറെന്റ് ബോൾ ഗെയിം. ഒരു നോർമൽ GS സ്റ്റുഡന്റ് എഴുതുന്ന പോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ആൻസേഴ്സ് വുഡ് ഹാവ് ലോട്ട്സ് ഓഫ് ഫാക്ട്സ്, ലോട്ട്സ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ വിച്ച് നിങ്ങൾക്ക് കുറെ മാർക്സ് എടുക്കാൻ വേണ്ടി സഹായിക്കും. സോ GS പേപ്പർ 1 അഡ്വാൻറ്റേജ് ഉണ്ട്, GS പേപ്പർ 2 അഡ്വാൻറ്റേജ് ഉണ്ട്, GS പേപ്പർ 3. Then essay paper, one of the most important paper, essay 250 മാർക്ക് ഡിസൈഡിങ് ഫാക്ടർ ആണ്. ആൻഡ് എസ്സേയില് യു ടോക്ക് അബൌട്ട് എനി ടോപ്പിക്, ഫിലോസഫിക്കൽ ഒഴിച്ച് ബാക്കി ഏത് ടോപ്പിക് വേണമെങ്കിലും എടുത്തോളൂ. വിമൻ എംപവർമെന്റ്, ടോക്ക് അബൌട്ട് സൊസൈറ്റൽ ഇഷ്യൂസ്, ഇതിനെല്ലാത്തിനും നല്ലൊരു ആൻസർ എഴുതാൻ നിങ്ങൾക്ക് ഫാക്ട്സ് വേണം. So in population geography, we study about all these features about in human geography. The number idellam detailed like infant mortality rate, maternal mortality rate, sex ratio, migration, rural to urban migration, urban to rural migration. ഇതെല്ലാത്തിനും നമ്മൾ ഫാക്ട്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. So when you talk about poverty in an essay, and വെറുതെ poverty is one of the biggest problems, when you give facts, India's poverty has been declining at the rate of 20% for every annum. So when you give facts, it changes the game altogether. Ningada essay would look like somebody, a master has written an essay, rather സാധാരണ ആൾക്കാർ എഴുതുന്ന പോലെ പോവർട്ടി കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത് കിട്ടില്ല, അങ്ങനെയല്ല. സോ യു വുഡ് ബി ടോക്കിംഗ് വിത്ത് ഫാക്ട്സ് വെൻ യു ഹാവ് ദ കമാൻഡ് ഓഫ് ജോഗ്രഫി. സോ എല്ലാ പേപ്പറിലും ഇറ്റ്സ് ഹെൽപ്പിംഗ് യു ഇൻ GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3, essay, optional 500 marks, one of the most important thing, and interview. ഇത്രയും ഓവർലാപ്പ് ഉള്ള സബ്ജക്റ്റ് ആണ്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റീവ് വലിയ സബ്ജക്റ്റ് ആണ്. സോ യു ഗെറ്റ് ടു ലേൺ എ ലോട്ട്, ബട്ട് everything is connected. Everything is connected. So you can make a good picture, and ഈ ഫോർഡർ നമുക്ക് ബാക്കിയുള്ള എല്ലാ പേപ്പറിലും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. യു ക്യാൻ മേക്ക് യുവർ ആൻസർ വെരി വെരി ഡിഫറൻസ്. ആൻഡ് ഞാനും രാജ്കുമാർ സാറും പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ സെഷൻസ് കഴിയുമ്പോഴും എല്ലാ മോഡ്യൂൾസും കഴിയുമ്പോൾ യു വിൽ ബി ഗിവൻ എ ടെസ്റ്റ്. ആ മോഡ്യൂളിന് ക്വസ്റ്റ്യൻസ് പേപ്പർ ഇൻ ദ പാറ്റേൺ ഓഫ് UPSC മെയിൻസ് തന്നെ ഓപ്ഷണൽ പേപ്പർ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും. യു വുഡ് ബി റൈറ്റിംഗ് ഇറ്റ് and you would be evaluated, and suggestions would be given on what improvement can be made. And so after every module in the parnal, you can expect at least 7 to 10 tests from us. And idu matramalla, according as Rajkumar sir said, once you clear prelims, ningala hand holding cheythu mains inu vendi extra classes and materials, extra materials which you would need would be given free of cost. With this, it would be a part of this session. Nothing extra would be charged. Prelims കഴിഞ്ഞ് clear ചെയ്യുന്നവരെ എല്ലാവർക്കും free hand holding would be given. And Rajkumar sir അതിനെക്കുറിച്ച് ഇനിയും പറയുന്നുണ്ട്. Then maps. At least prelims you get 4 or 5 questions map based. And map അറിയുന്നത് ആർക്കായിരിക്കും? നമുക്കായിരിക്കും. നമ്മളാണ് ജോഗ്രഫി പഠിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ we will be using our atlas every day, every class. You would be ഞാൻ ക്ലാസ് ഇല്ലെങ്കിലും എന്റെ atlas എപ്പോഴും എന്റെ കൂടെയാണ്. So you would be carrying your atlas, and we would be marking the places then and there atlas, and that is how map marking would be taken to you. And current affairs ആയിട്ടുള്ള വരുന്ന എല്ലാ ഈവെന്റ്സും would be updated. Libyയിൽ വന്ന floods, dam break ആയിട്ടുണ്ടായ floods, earthquake in the Herat province of Afghanistan. Maybe 4 days back there was an earthquake in Herat province. എവിടെയാ Herat province? What kind of earthquake? അവിടെ plate എങ്ങനത്തെ plate ആണ്? Divergence ആണോ? Convergence ആണോ? So all these current affairs related materials would be updated. Syllabus and questions, നമുക്ക് sir, Rajkumar sir would be going in detail for you. And how to start? According to me, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോഗ്രഫിയിൽ you can start off with NCERT 6, 7, 8, 9, and 10 and GC Leon. These books നമ്മൾ classes, we are planning to start our classes on 8th of November, and 4 months ഫെബ്രുവരിന്റെ ഉള്ളിൽ തീർക്കാനുള്ള പ്ലാൻ ആണ്. സോ അതിന്റെ മുമ്പ് if you have to be very very ready, ഈ NCERTs നിങ്ങൾക്ക് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി വെക്കാം. You would be
good for your start. 6, 7, 8, 9, 10 and GCB on. E-books are your basics for your development. Then notes making. Okay, previous year questions I have told you. Check out some stats. So almost 4,000 candidates appear every year, and almost a very good success rate. One subject, I don't think it's success rate. So geography has a very, very good success rate. Optional success rate, rank list. And when you talk about toppers, there have been a lot of toppers. Abhishek is from my batch in Delhi. So you will get the same material that is provided in Delhi, and these are the top rankers who have come by taking geography as an optional. So പറയുന്ന കുറേ പേര്, and ഇതൊന്നും അല്ലാണ്ട് when you have a good hold, ഏറ്റവും confusing ആയിട്ടുള്ള paper ആണ് prelims, where lot of people fail to clear. So prelims you have a good advantage with geography. Geography is strengthening. You can at least answer 15 to 18 questions every year. എക്കോളജിയും കൂടി കൂട്ടിയാൽ ഇനിയും കൂടും. ഇത് ജോഗ്രഫിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ എക്കോളജി നമ്മൾ, കാരണം ജോഗ്രഫിയിൽ എക്കോളജിയും പഠിക്കും. സോ അതും കൂടി കൂട്ടിയാൽ the number of prelims questions would be more. And ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. സി, ആദ്യം നമ്മൾ ജിയോമോർഫോളജി പഠിക്കും, ഞാൻ പഠിപ്പിക്കും. സോ ലാൻഡിനെ കുറിച്ച് പഠിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ടൈമില് ക്ലൈമറ്റോളജി, അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് രാജ് സാർ പഠിപ്പിക്കും. ഓഷ്യനോഗ്രാഫി ഞാൻ പഠിപ്പിക്കും. ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബയോ ജിയോഗ്രഫി ആൻഡ് എൻവയോൺമെന്റൽ ജിയോഗ്രഫി. സോ ഇത് മൂന്നെണ്ണത്തിൽ നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബയോളജി, ബയോ ജിയോഗ്രഫി, എൻവയോൺമെന്റൽ ജിയോഗ്രഫി വുഡ് ബി വെരി വെരി ഈസി. എൻവയോൺമെന്റ് ജിയോഗ്രഫിയിൽ നമ്മൾ പഠിക്കും എവിടെ ഏതൊക്കെ പീപ്പിൾ, ഏതൊക്കെ ക്ലൈമറ്റിൽ എന്തൊക്കെയാണ് അവരുടെ ബേസിക് പ്രൈമറി ഓക്യുപ്പേഷൻസ്, എന്തൊക്കെയാണ് അവിടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആയിരിക്കുന്നത്. സോ everything will be connected in a flow rather than going. Okay, so I think my time is about to get over. I'll be handing it over. അതിന്റെ മുമ്പ് എനിക്ക് ഇത് എന്റെ വക, ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഈ ജോഗ്രഫി ഓപ്ഷണൽ 4 month ക്ലാസ്സസിലെ സൈഡ് ബൈ സൈഡ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രിലിംസിന്റെ എല്ലാ സബ്ജക്ട്സിന്റെയും നോട്ട്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് നടത്തും. So I'll motivate you, I will guide you every day what to do. അടുത്ത ദിവസം ഇത് എഴുതി വരണം, ഇത് എഴുതി തരണം, എങ്ങനെ എഴുതണം. ആൻഡ് ഞാൻ ഈ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഇത് ഫ്രീ ആണ്, ഇതിന്റെ കൂടെ ഫ്രീ ആണ്. ആൻഡ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അഗെയിൻ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ആർക്കാണ് ഇഷ്ടം, നിർബന്ധിച്ച് ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് സംതിങ് എക്സ്ട്രാ, ഓപ്ഷണൽ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രിലിംസിനുള്ള നിങ്ങളുടെ ഫുൾ സിലബസിന്റെ കംപ്രൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ 3 months എഴുതി തീർക്കും. വെൻ യു ജോയിൻ ദിസ്, നിങ്ങൾ 3 മാസം കഴിയുമ്പോൾ ഓപ്ഷണൽ റെഡി ആയിട്ടുണ്ടാവും, ആൻഡ് യു വുഡ് ബി റെഡി ഫോർ യുവർ പ്രിലിംസ് ഓൾസോ. എത്ര പേരുണ്ട് എനിക്കറിയാം 4 മാസമായി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിപ്പോ ഇന്ന് ഞാൻ ചോദിക്കുന്നു എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു, nobody would be clear to say, okay, ഞാൻ പോളിറ്റി പാർലമെന്റ് വരെ കഴിഞ്ഞു, ഇത് ബാക്കിയുണ്ട്. എക്കണോമിക്സ് എന്റെ ഇത് വരെ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് അത് വരെ കഴിഞ്ഞു, ഇനി മോണിറ്ററി പോളിസി കഴിഞ്ഞു, ഇത് ബാക്കിയുണ്ട്. വി ആർ സ്റ്റഡിങ്, പക്ഷെ ക്വാണ്ടിഫിക്കേഷൻ നടന്നിട്ടില്ല. സോ ദിസ് അഗെയിൻ വുഡ് ബി എ വാല്യൂ അഡീഷൻ ടു യുവർ കോഴ്സ്. നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി യു വുഡ് ബി റെഡി ഇൻ ദ നെക്സ്റ്റ് 4 months. That's a guarantee. If you are ready to work hard, this is optional for you. And I guarantee you that ella class would be full of energy, full of information, and which would help you be better person and get a great marks out of this. So thank you all for listening patiently. I'll hand over the next session to Rajkumar sir. He's one of the most experienced faculty, has been running all over Kerala and taking classes. So let's hear from the one and only Raj sir. Yeah, thank you very much, sir. Thank you very much. Then audible alle, clear alle? Raj sir, Yeah. Raj sir, just a second. How will I transfer this screen sharing for you? Sir, just click on my name. I'll make personal option down. Thank you. Yeah. Okay. Done. Thank you. Yeah. So
താങ്ക് യു സുന്ദരം സാർ. സുന്ദരം സാർ ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റിന്റെ ബ്യൂട്ടിയെ പറ്റി വളരെ നന്നായി വളരെ രീതിയിൽ പ്രസന്റ് ചെയ്തു. അത് ആക്ച്വലി വെൻ യു ഹാവ് ദ ലവ് ഫോർ ദ സബ്ജക്ട് എവറിഥിങ് കംസ് നാച്ചുറൽ അല്ലെ. സോ ജോഗ്രഫി ആസ് ഇസ് ദ മദർ സയൻസ് എന്നതിലുപരി നമുക്ക് UPSC പോയിന്റ് ഓഫ് വ്യൂല് വെൻ വി ക്യാൻ സേ ജോഗ്രഫി ആസ് എ സ്റ്റഡി ഓഫ് എർത്ത് ആസ് എ ഹോം ഓഫ് മാൻ. നമ്മൾ സ്റ്റഡി ഓഫ് എർത്ത്, നമ്മൾ ജോഗ്രഫി എന്ന സബ്ജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഓഷ്യൻ കറന്റ്സ് അല്ലെങ്കിൽ വിൻഡ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് വെൻ വി മൂവ് ഓൺ ടു ദി ഓപ്ഷണൽ, നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഈ ഭാഗം മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നമ്മൾ ജോഗ്രഫി എന്നൊരു സബ്ജക്ട് ഗ്രാജുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് BA ജോഗ്രഫി അവൈലബിൾ ആണ്, BSc ജോഗ്രഫി അവൈലബിൾ ആണ്. ബിക്കോസ് ജോഗ്രഫി അറ്റ് ദി സെയിം ടൈം ഇസ് ആൻ ആർട്ട് സബ്ജക്ട് ആസ് വെൽ ആസ് സയൻസ് സബ്ജക്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷണൽ സിലബസ്, ഇഫ് യു ഗോ ടു ദി സിലബസ്, വി ഹാവ് ദ ബ്ലെൻഡ് ഓഫ് ബോത്ത്. ഓക്കെ, നമുക്ക് കുറച്ച് ടെക്നിക്കലായ കോൺസെപ്റ്റലായ കാര്യങ്ങളുണ്ട്, എന്നാൽ കുറച്ച് തിയറീസ് പോലുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. സോ as I said, നമ്മൾ ജോഗ്രഫി സ്റ്റഡി ഓഫ് എർത്ത് ആസ് എ ഹോം ഓഫ് മാൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ അല്ലെങ്കിൽ എർത്തിൽ ഒരുപാട് ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഒരുപാട് ഫിനോമിന സംഭവിക്കുന്നുണ്ട്. ഈ ഫിനോമിനയെല്ലാം അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊപ്പം പാരലൽ ആയിട്ടാണ് ഹ്യൂമൻ ലൈഫ് നടക്കുന്നത്. സോ ഹ്യൂമൻ ലൈഫ് എങ്ങനെ ഈ പറയുന്ന നേച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഹൗ ഹ്യൂമൻ ലൈഫ് ഈസ് പ്രോഗ്രസിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നതാണ് ജോഗ്രഫി. അപ്പോ ഈ സബ്ജക്റ്റിനെ വാസ്റ്റ് സബ്ജക്ട് എന്ന് സുന്ദര സാർ തുടക്കത്തിൽ വിശേഷിപ്പിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എർത്തിൽ സംഭവിക്കുന്ന നാച്ചുറൽ ആയ എല്ലാ ഫിനോമിനയും അതിനൊപ്പം ഹ്യൂമൻ ലൈഫും കൂടി ചേരുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു എവറിത്തിങ്. ഇറ്റ്സ് റിലേറ്റഡ് ടു എക്കണോമി, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ അഗ്രികൾച്ചർ, ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രീസ്, എല്ലാ കാര്യത്തിലും സെറ്റിൽമെന്റ്സ്, എല്ലാ കാര്യത്തിലും റിലേറ്റ് ആവുന്ന ആ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ സാർ കാണിച്ച സ്ലൈഡിൽ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും, എല്ലാ വർഷവും മെയിൻസ് എഴുതുന്നതിൽ അറൌണ്ട് 2000+ പീപ്പിൾ ആർ ചൂസിങ് ദിസ് സബ്ജക്ട്. എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഈസ് ദി നേച്ചർ ഓഫ് ദിസ് സബ്ജക്ട്. കാരണം നമ്മൾ പഠിക്കുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷന് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു ഇന്ത്യസ് എക്കണോമിക് ആസ്പെക്ട്സ്, ഇന്ത്യസ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്, ഇന്ത്യസ് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്, ഇന്ത്യൻ സോഷ്യൽ ആസ്പെക്ട്സ്. ഇതെല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എവിടെയാണ്? ജോഗ്രഫി സബ്ജക്ട് സിലബസിലാണ്. സോ അതുകൊണ്ട് ലൈക്ക് ആസ് സർ സെഡ്, നമുക്ക് GS പേപ്പർ ആയാലും അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്ഷണൽ ദാറ്റ് ക്യാരീസ് യുവർ GS അലോങ് വിത്ത് യു. അതായത് നിങ്ങൾ ഓപ്ഷണൽ പഠിക്കുമ്പോൾ അത് ഓപ്ഷണലിന് വേണ്ടി മാത്രമല്ല, GSനും കൂടി വേണ്ടിയാവുന്ന ഒരു ഓപ്ഷണൽ. അതാണ് ഈ സബ്ജക്ട് ബ്യൂട്ടി. സോ ഐ വിൽ ക്വിക്ലി ഗോ ത്രൂ സിലബസ്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഓപ്ഷണൽ ബേസിക്കലി പഠിക്കാനുള്ളത്? ഓക്കെ, സിലബസിന്റെ ഒരു ലൈക്ക് ഡീറ്റെയിൽഡ് ആയ ഒരു ഡീകോഡിംഗ് നമുക്ക് പോസിബിൾ അല്ല, അതിനുള്ള ടൈം ഇല്ല. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് എ ജനറൽ ഐഡിയ റിഗാർഡിംഗ് വാട്ട് ടു സ്റ്റഡി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ സിലബസിൽ നോക്കുവാനുള്ളത്. ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. Okay, so നമ്മൾ ജോഗ്രഫി എന്ന സബ്ജക്റ്റിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആസ് എൻ ഓപ്ഷണൽ, യു നോ ദാറ്റ് വി ഹാവ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. 2 പേപ്പർ ഉണ്ട്, മറ്റു ഓപ്ഷണൽ പോലെ 2 പേപ്പർ ഉണ്ട്. ഇൻ ദി ഫസ്റ്റ് പേപ്പർ ഇറ്റ്സ് കോൾഡ് ആസ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി. ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന രീതിയിലാണ് ഫസ്റ്റ് പേപ്പറിനെ UPSC പേരിട്ടിട്ടുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദി ഫസ്റ്റ് പേപ്പർ, അത് 2 പാർട്സ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. യു ക്യാൻ സി ദി ഫിസിക്കൽ ജോഗ്രഫി ആസ് വെൽ ആസ് ദി ഹ്യൂമൻ ജോഗ്രഫി. ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി. സോ ഫിസിക്കൽ ജോഗ്രഫിയുടെ അടിയിൽ ഒരു 5 ടോപ്പിക്സ് ഉണ്ട്, ഹ്യൂമൻ ജോഗ്രഫിയുടെ അടിയിലും ഒരു 5 ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, സോ അണ്ടർ ഫിസിക്കൽ ജോഗ്രഫി യു ക്യാൻ റീഡ് ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഓഷനോഗ്രഫി, ബയോജിയോഗ്രഫി ആൻഡ് എൻവയോൺമെന്റൽ ജോഗ്രഫി. ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഫെമിലർ ആയിരിക്കും. കാരണം നമ്മൾ GS 1 ജോഗ്രഫി പഠിക്കുമ്പോൾ അവിടെ വരുന്ന ഫിസിക്കൽ ജോഗ്രഫി എന്ന ഭാഗത്ത് വരുന്ന അതേ ടേംസ് തന്നെയാണ് അല്ലെ? ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഓഷനോഗ്രഫി, ബയോജിയോഗ്രഫി ആൻഡ് എൻവയോൺമെന്റൽ ജോഗ്രഫി. അപ്പോ ഞാൻ ജോഗ്രഫി എന്ന സബ്ജക്റ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, നമുക്ക് നാച്ചുറൽ സംഭവിക്കുന്ന ജോഗ്രഫിക്കൽ ഫിനോമിന എന്ന് പറയുന്ന കാര്യങ്ങളാണ് എന്ത് ഈ ഫിസിക്കൽ ജോഗ്രഫി എന്ന ഭാഗത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി നാച്ചുറൽ വേൾഡ്. നമ്മൾ ഹ്യൂമൻ ജോഗ്രഫി എന്ന ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഹ്യൂമൻ ആൻഡ് ജോഗ്രഫി, അതായത് ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് എർത്തിൽ സംഭവിക്കുന്നത്, how it can be related to geography എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്, അതായത് ഹ്യൂമൻ ജോഗ്രഫി. So if you read the topics, perspectives in human geography, economic geography, population and settlement geography, regional planning, and some models, theories and laws. Human geography ബന്ധപ്പെട്ട കുറച്ച് മോഡൽസ്, തിയറീസ് and അതേപോലെ കുറച്ച് ലോസും. അപ്പോൾ സെക്ഷൻ B അല്ലെങ്കിൽ the second part of the paper 1 is basically dealing with humans, അതായത് എർത്തിലെ ഹ്യൂമൻസിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ.
If you go to the paper 2, it's completely regarding the geography of India. Indian geography ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ പേപ്പർ 1 പറഞ്ഞ പോലെ 2 ഹെഡിങ്സ് ആയിട്ടും ഡിവിഷൻ ഒന്നുമില്ല. We have given 10 topics straight. അപ്പോൾ the topics നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ physical setting, resources, agriculture, industry, transport, communication and trade, cultural setting, settlements, regional development and planning, political aspects and contemporary issues. Okay. So ഇവിടെ in paper 2 you can see physical setting എന്ന് പറയുന്ന ഭാഗം, like whatever things you study in the paper 1 physical geography, which includes the geomorphology, climatology, environmental geography, all such things, you need to apply those things in the Indian context. അതായത് നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യങ്ങളെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലിക്കേഷൻ ആണ് ഫിസിക്കൽ സെറ്റിംഗ് ഓഫ് ഇന്ത്യ. ഫോർ എക്സാമ്പിൾ ഇൻ ജിയോമോർഫോളജി, സുന്ദരൻ സാർ ജിയോമോർഫോളജി പഠിപ്പിക്കുമ്പോൾ ഫോൾഡ് മൗണ്ടെയിൻസിനെ പറ്റിയോ മൗണ്ടെയിൻ ഫോർമേഷനെ പറ്റിയൊക്കെ നല്ല ഭംഗിയിൽ പഠിപ്പിക്കും. അപ്പോൾ അതിനെ നമ്മൾ നേരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യണം. സോ വിൽ ബി സ്റ്റഡിങ് റിഗാർഡിംഗ് ഹിമാലയാസ്. You will study about climatology. In climatology, you will study about the winds. You will study about the secondary winds. അതിന് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി അപ്ലൈ ടു ഓൺ ദി ഇന്ത്യൻ മൺസൂൺ. അപ്പോൾ ഈ രീതിയിൽ പേപ്പർ 1 പഠിക്കുന്ന ഫിസിക്കൽ ജോഗ്രഫിയുടെ പാർട്സിന്റെ ഒരു ബേസിക് അപ്ലിക്കേഷൻ ആണ് ദ ഫിസിക്കൽ സെറ്റിംഗ് ഓഫ് ഇന്ത്യ ഓർ ദി ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ. അതിനുശേഷമുള്ള ടോപ്പിക്സ് നോക്കൂ. റിസോഴ്സസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രേഡ്, കൾച്ചറൽ സെറ്റിംഗ്സ്. ഇവിടെ യു ക്യാൻ സി ഇതിലെ ചില ടോപ്പിക്സ്, ഇഫ് യു ലുക്ക് അറ്റ് റിസോഴ്സസ്, ഇഫ് യു ലുക്ക് അറ്റ് അഗ്രികൾച്ചർ, ഇഫ് യു ലുക്ക് അറ്റ് ഇൻഡസ്ട്രി, ഇതെല്ലാം തന്നെ വി ക്യാൻ ഹാവ് എ ബ്ലെൻഡ് ഓഫ് ദി ഫിസിക്കൽ ജോഗ്രഫി ആസ് വെൽ ആസ് ഹ്യൂമൻ ജോഗ്രഫി. അതായത് നേച്ചുറൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ് തന്നെ അത് ഹ്യൂമൻസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻസിന് അത് എത്രത്തോളം ലൈക്ക് ഹൗ വി ആർ സിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയുന്ന രീതിയിൽ ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ഇൻ ദി പേപ്പർ 2. Then we have cultural settings, settlements, regional development, political aspects, contemporary issues, everything related to human geography. So basically, നമ്മൾ പഠിക്കുന്ന ജോഗ്രഫിയിലെ പ്രിൻസിപ്പിൾസ്, തിയറീസ്, മോഡൽസ് അതെല്ലാം തന്നെ പേപ്പർ 1 നമ്മൾ കവർ ചെയ്ത് പോകും. അതിനെ ഒന്ന് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലയുടെ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പേപ്പർ 2 ആയി മാറും. ഇതിൽ പേപ്പർ 2 പഠിക്കുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജോഗ്രഫിയെ പറ്റി ഒരു ബേസിക് ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ബേസിക് ലൈക്ക് ബീങ് ആൻ ഇന്ത്യൻ, ഒരു ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ് വരെയൊക്കെ ജോഗ്രഫി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് എവർ തിങ്സ് വി സ്റ്റഡി ഇറ്റ് വിൽ ബി ഈസിലി റിലേറ്റബിൾ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ജോഗ്രഫി ഓപ്ഷനിലെ ബേസിക് ആയൊരു ഓപ്ഷണൽ സിലബസിന്റെ ഒരു ബേസിക് ആയൊരു ഡിവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സാറ് പറഞ്ഞിരുന്നു നമുക്ക് GS പേപ്പറുമായി റിലേറ്റ് ചെയ്യാമെന്ന്. നിങ്ങൾ തന്നെ ആ ടോപ്പിക്സ് ഒന്ന് വായിച്ചു നോക്കൂ. The first 4 topics, which includes geomorphology, climatology, oceanography, and environmental geography, you can relate it to GS1 as well as GS3. അല്ലെ, നമ്മൾ GS1 ജോഗ്രഫിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ every year you get 80 to 100 marks worth questions. ആ GS1 അതേ സംഭവങ്ങൾ തന്നെ നമ്മൾ ഇവിടെ കവർ ചെയ്ത് പോകുന്നു. അപ്പോൾ you can relate it. ബയോജിയോഗ്രഫി ആൻഡ് എൻവയോൺമെന്റ് ജോഗ്രഫി, GS3 എൻവയോൺമെന്റ് മാത്രമല്ല, പ്രിലിംസ് നോക്കിക്കഴിഞ്ഞാൽ you get around 20 to 25 questions. ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി പാർട്ടിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ മാത്രമായി എക്സ്ക്ലൂസീവ് ആയി നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ്, അതായത് GS വരുന്നില്ല. You go to paper 2 also, physical setting of India, you need to study. Resource, agriculture and industry, GS1 ജോഗ്രഫിയിലും ചോദിക്കാം, GS3യിലും ചോദിക്കാം. And you can also see the cultural settings, settlements, etc. നമുക്ക് GS1 സൊസൈറ്റിയിലെ ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ്. And also we have the political aspects. Okay, political aspects which can be related to the international relations in GS2. അപ്പോൾ ഈ രീതിയിൽ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഓപ്ഷണൽ പഠിക്കുമ്പോൾ നമ്മുടെ GS പേപ്പറിനെയും കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഓപ്ഷണൽ, ദാറ്റ് ഈസ് ബ്യൂട്ടി. അപ്പൊ നമുക്ക് ഈ പെർട്ടിക്കുലർ സിലബസിലെ ഈ ടോപ്പിക്സിൽ ഓരോന്നിലും എന്തൊക്കെയാണ് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയി നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അതിലെ 100 ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് ക്വിക്ലി വിൽ ഗോ ത്രൂ. സോ ഇത് ബേസിക്കലി UPSCയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. സോ ആസ് ഐ ടോൾഡ് യു, paper 1 we have the principles of geography. The first part, physical geography, and first topic in physical geography is geomorphology. So geomorphology നമ്മൾ GS ൽ പഠിക്കുന്നുണ്ടാവും അല്ലെ. എർത്തിന്റെ ഇന്റീരിയർ, ലാൻഡ് ഫോംസ് ഓൺ എർത്ത്, എൻഡോജനിക് പ്രോസസ് അല്ലെ, എർത്ത്ക്വേക്ക്, വോൾക്കാനിസം,
എക്സോജനിക് പ്രോസസ് അല്ലെ, ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ കാസ്റ്റ് ടോപ്പോഗ്രഫി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതും അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ഓപ്ഷണൽ ആണല്ലോ, വി നീഡ് ടു പുട്ട് സം മോർ. അപ്പോ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നതാണ് എന്ത്, ജിയോമോർഫോളജി എന്ന് പറയുന്ന ഭാഗം. സോ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ദി ബേസിക് ഓഫ് ദി ലാൻഡ് ഫോം ഡെവലപ്മെന്റ്, ദി എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ്, അതായത് എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ്, എർത്തിന്റെ പുറത്തുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ്, എർത്തിന്റെ എവല്യൂഷൻ, വോൾക്കാനിസിറ്റി, എർത്ത് ക്വേക്ക്, സുനാമി, ജിയോമോർഫിക് സർക്കിൾസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിൽ ബി കവറിംഗ് ഇൻ ജിയോമോർഫോളജി. Second comes climatology. As the name indicates, it's regarding the climate of Earth. എർത്തിന്റെ ക്ലൈമറ്റും ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളും അതാണത്. സോ എർത്തിന്റെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് മേജർ കാര്യങ്ങൾ. ഒന്ന്, we have the temperature as well as pressure. So the temperature distribution of Earth, the pressure distribution of Earth, the pressure belts, ഇതെല്ലാം നമ്മൾ GS പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി extended version will be studied regarding the winds, monsoon, jet streams, and also we will be studied regarding the climatic classifications. നിങ്ങൾ 11th NCERT വായിച്ചിട്ടുണ്ടെങ്കിൽ 11th NCERT ലാസ്റ്റ് വി ഹാവ് എ കൊപ്പൻസ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ GC ലിയോങ് GS20 വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് ഒരു ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിന്റെ തന്നെ കുറച്ചും കൂടി ലൈക്ക് വി ഹാവ് സം അതർ ലൈക്ക് കുറച്ചും കൂടി ക്ലൈമറ്റോളജിസ്റ്റുകൾ ചെയ്ത മറ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻസ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് തോൺത്വൈറ്റ്, തെവാത്ത ക്ലാസിഫിക്കേഷൻ എക്സെട്ര. സോ ക്ലൈമറ്റ് ആൻഡ് തിങ്സ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് വി സ്റ്റഡി അണ്ടർ climatology. Then oceanography, that is regarding the ocean or the water of Earth. So നമ്മൾ submarine relief features പഠിക്കും GS ലെ അല്ലെ. We studied regarding the continental slope, continental shelf, the abyssal plain, sea mounts, trenches. അത് തന്നെ. So ഇവിടെ we need to apply bit more. അതായത് നമ്മൾ ഈ പഠിക്കുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് അണ്ടർ ഓഷ്യൻ, അത് നമുക്ക് ലൈക് പസഫിക് ഓഷ്യനിൽ എങ്ങനെയാണ് വരുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യനിൽ എങ്ങനെയാണ് വരുന്നത് എന്ന രീതിയിൽ we need to study the bottom topography of these oceans, temperature and salinity of the ocean, ocean deposits, ocean movements, waves, tides, currents, etc. And അതേപോലെ ocean resources അല്ലെ, because we have been largely discussing regarding the concept of blue economy. ocean resources, coral reef പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ GS1 നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ, അതിന്റെ കുറച്ച് എക്സ്റ്റൻഡ് പോർഷൻ. Then biogeography, where we'll be largely dealing regarding the topic of soil, earthile soil formation, different soil layers, soil profile എന്താണ്, then different types of soil, എവിടെയാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാവുക, എവിടെയാണ് റെഡ് സോയിൽ ഉണ്ടാവുക, അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ സോയിലൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, സോയിൽ ഇറോഷൻ, ഡെസർട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഓൾസോ വിൽ കവർ അണ്ടർ ബയോജോഗ്രഫി. Then environmental geography, which can be largely related to our GS3 topic, the environment and ecology. നോക്കുക, principles of ecology, human adaptations, influence of man on ecology and environment. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിറന്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ ലൈക്ക് വിൽ ബി ഏബിൾ ടു ആൻസർ അല്ലെ. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ചോദിച്ചാലൊക്കെ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. സോ അത്തരത്തിൽ റിഗാർഡിംഗ് ടു എൻവയോൺമെന്റ്, ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ എൻവയോൺമെന്റ് എപ്പോഴും റൈസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, എൻവയോൺമെന്റ് ആൻഡ് കൺസർവേഷൻ അല്ലെ. എല്ലാ രാജ്യങ്ങളും ഡെവലപ്മെന്റിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവിടെ കോംപ്രമൈസ്ഡ് ആവുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ പറ്റി ലൈക്ക് ആ ഒരു ക്ലാസ് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെയും അത് തന്നെ എൻവയോൺമെന്റ് കൺസർവേഷൻ വേഴ്സസ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വി ക്യാൻ എക്സ്പെക്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫിയിൽ വരിക, ലാർജ്ലി റിലേറ്റഡ് ടു അവർ GS1. ഇനി ഹ്യൂമൻ ജോഗ്രഫി, നിങ്ങളൊരു ജോഗ്രഫി ഓപ്ഷണൽ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്ത ഒരാളാണെങ്കിൽ ഇതിലെ പല കാര്യങ്ങളും കുറച്ച് പുതിയതായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നല്ല, ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണ്. സോ ഇൻ ഹ്യൂമൻ ജോഗ്രഫി ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി. സോ ലൈഫ് ഓഫ് ഹ്യൂമൻ ഓൺ എർത്ത് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എർത്ത് ആസ് ഹോം ഓഫ് മാൻ എന്ന് പറയുന്ന ജോഗ്രഫി സബ്ജക്റ്റില് ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഈസ് ബേസിക്കലി ഷോയിങ് the relationship between human beings and environment. ഹ്യൂമൻ ബീയിങ്സും എൻവയോൺമെന്റും തമ്മിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സും എർത്തും തമ്മിലുള്ള റിലേഷനെ പറ്റിയുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് യു ക്യാൻ സി എങ്ങനെയാണ് ഹ്യൂമൻ ഓരോ ടൈം പീരീഡിലും മാറി മാറി തിങ്ക് ചെയ്യുന്നത് റിഗാർഡിംഗ് എർത്ത്, റിഗാർഡിംഗ് ദി എൻവയോൺമെന്റ്, റിഗാർഡിംഗ് ദി നേച്ചർ. എങ്ങനെയാണ് അതിനനുസരിച്ച് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്, ലാംഗ്വേജസ്, റിലീജിയൻസ്, ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ. Also we have some small theories also that is related to this particular topic. So it is basically regarding the
relation between or analytical study of the relationship between human beings and environment. Then economic geography. Economic geography, obviously, it will be largely regarding the resources and agriculture. ഇവിടെ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിനെ കൂടുതൽ വേൾഡ് ഗ്ലോബൽ ലെവലിൽ എവിടെയാണ് റിസോഴ്സസ് ഉള്ളത്, എവിടെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അഗെയിൻ ഹെൽപ്ഫുൾ ഫോർ പ്രിലിംസ് ആൻഡ് GS3 and GS1. എങ്ങനെയാണ് അഗ്രികൾച്ചർ ഡെവലപ്ഡ്, എവിടെയൊക്കെയാണ് വേൾഡിലെ അഗ്രികൾച്ചറൽ റീജിയൻസ്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെ, ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെ, ദെൻ എനർജി ക്രൈസിസ് എന്തൊക്കെ, ദെൻ ലൊക്കേഷൻ പാറ്റേൺ, ലൈക്ക് എങ്ങനെയാണ് ഈ വേൾഡിൽ ഇൻഡസ്ട്രീസിന് ലൊക്കേഷൻ കിടക്കുന്നത്, ഏതൊക്കെ ഭാഗത്താണ് വി ഹാവ് ദി ഇൻഡസ്ട്രിയൽ റീജിയൻസ് ഓഫ് ദി വേൾഡ്, വൈ, ആ പാറ്റേൺ സ്റ്റഡി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിൽ ബി കവറിംഗ് അണ്ടർ എക്കണോമിക് ജോഗ്രഫി. ദെൻ വി ഹാവ് പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ജോഗ്രഫി. ഹ്യൂമൻ ഓൺ എർത്ത് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പോപ്പുലേഷനെ പറ്റി പഠിക്കാതിരിക്കാൻ പറ്റില്ല. സോ വേൾഡ് പോപ്പുലേഷന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെയാണ് മൈഗ്രേഷൻ സംഭവിക്കുന്നത്, വാട്ട് ആർ ദി കോസസ്, മൈഗ്രേഷന്റെ കാരണങ്ങൾ എന്തൊക്കെ, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെ, ദെൻ പോപ്പുലേഷൻ പോളിസീസ് എന്തൊക്കെയാണ്, ദെൻ സെറ്റിൽമെന്റ്, ഗ്ലോബൽ ലെവലിലെ സെറ്റിൽമെന്റ്സ് എങ്ങനെ, അർബൻ സെറ്റിൽമെന്റ്സ് എങ്ങനെ, റൂറൽ സെറ്റിൽമെന്റ്സ് എങ്ങനെ, വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൗൺഷിപ്പ് ദാറ്റ് ഇസ് ഡെവലപ്പിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ as the cities are developing, we need to say regarding the sustainable development. അല്ലെ, ഈ സെറ്റിൽമെന്റ്സിലെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. All these things comes under the population and settlement geography. Then comes regional planning. As the name indicates, എങ്ങനെയാണ് ഒരു റീജിയനെ പറ്റിയുള്ള പ്ലാനിങ്. അപ്പൊ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു റീജിയൻ എന്നറിയണം, എന്താണ് ടൈപ്സ് ഓഫ് റീജിയൻ എന്ന് പറയണം, എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സ്ഥലം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം ഗ്രോത്ത് സെന്റർ ആയി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇഫ് യു സേ ഒരു പെർട്ടിക്കുലർ റീജിയനിലേക്ക് മാത്രം പോപ്പുലേഷൻ വന്ന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. Then some region become highly populated, some region becomes sparsely populated. What are the reasons? എങ്ങനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ റീജിയണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും? What are the environmental issues related to the regional planning? So all these topics comes under this particular part, അതായത് regional planning. ഇതെല്ലാം ബേസിക്കലി വി ക്യാൻ ഡു ലൈക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ദിസ് സബ്ജക്ട് ഇസ് അറ്റ് ദി സെയിം ടൈം സ്റ്റാറ്റിക്കുമാണ്, അറ്റ് ദി സെയിം ടൈം ഡൈനാമിക്കുമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈവൻ വെൻ യു സ്റ്റഡി ദ റീജിയണൽ പ്ലാനിങ് ആൻഡ് ഓൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട് അല്ലെങ്കിൽ സ്വന്തം റീജിയൻ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് യു ക്യാൻ ഈസിലി റിലേറ്റ്. സോ അതുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ തന്നെ ഒരു വിധത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുവാൻ പറ്റും. ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് ഫൈനലി ഇൻ ദിസ് പാർട്ട് യു നീഡ് ടു സ്റ്റഡി റിഗാർഡിംഗ് മോഡൽസ്, തിയറീസ് ആൻഡ് ലോസ് ഇൻ ഹ്യൂമൻ ജോഗ്രഫി. നമുക്ക് കുറച്ച് തിയറീസ് ആൻഡ് മോഡൽസ് പഠിക്കാനുണ്ട്, പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടതും അഗ്രികൾച്ചർ റിസോഴ്സുമായി ബന്ധപ്പെട്ടതും ഒക്കെ കാര്യങ്ങളായിട്ട്. മാർക്സിയൻ തിയറി, മാൽത്തൂസിയൻ തിയറി, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി പോലുള്ള കാര്യങ്ങൾ. സോ തിയറീസ് മോഡൽസ് ഒക്കെ പഠിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മഗ്ഗപ്പ് ചെയ്യണ്ടേ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും തോന്നാം. ബട്ട് ട്രസ്റ്റ് മീ, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബേസിക് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് മോഡൽസ്, തിയറീസ് ആൻഡ് ലോസ്. കാരണം നമുക്കൊരു നിശ്ചിതമായ നമ്പർ ഓഫ് തിയറീസ് തന്നിട്ടുണ്ട്. സോ വെരി ലിമിറ്റഡ് ആയ ഒരു നമ്പർ ഓഫ് തിയറീസ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ആ തിയറീസ് നമ്മൾ ഭംഗിയായി പഠിക്കുകയാണ്. ആ തിയറീസിന്റെ ലൈക്ക് വാട്ട് ആർ ദി ക്രിറ്റിസിസം പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ആ തിയറീസിന്റെ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ യൂഷ്വലി എവറി ഇയർ ഒന്നുകിൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ തിയറി എന്ന രീതിയിൽ മാത്രമാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ മേ ബി യു ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 1 or 2 questions എവറി ഇയർ. ആ 1 or 2 questions യു ക്യാൻ ബി അല്ലെങ്കിൽ ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസിലി മാർക്ക് അവിടെ വീഴും. ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പേപ്പർ 1 വരുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ദി ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആസ് വെൽ ആസ് ദി ഹ്യൂമൻ ജോഗ്രഫി എന്ന ഭാഗത്ത്. ഇനി നമ്മൾ പേപ്പർ 2 പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി റിഗാർഡിംഗ് ദി ജോഗ്രഫി ഓഫ് ഇന്ത്യ. ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇന്ത്യ മാത്രമല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ പോലെ കാര്യങ്ങൾ ചില സ്ഥലത്ത് ചില ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫിസിക്കൽ സെറ്റിംഗ്, ദാറ്റ് ഇസ് ദി ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ സ്ട്രക്ചർ, ഇന്ത്യയിലെ റിലീഫ് ഫീച്ചേഴ്സ് അല്ലെ. വി ഹാവ് മൗണ്ടെയിൻസ്, ദി നതേൺ പ്ലെയിൻസ്, ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ, ദി ഐലൻഡ്സ് ഓഫ് ഇന്ത്യ, ദി കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ, ദി റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇത് കൂടാതെ we need to study regarding the Indian climate, അല്ലെ. one of the most beautiful geographical phenomena that is happening on the earth, the Indian monsoon, the rainfall patterns, and usually വളരെയധികം being a coastal state, കേരളത്തിൽ നമ്മൾ ഈ ഇടയായിട്ട് കുറെ അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോൺ? എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്? ആൻഡ് ഓൾസോ ഫ്ലഡ്സ്, ഡ്രൗട്ട്സ്, ദി ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ,
ഇന്ത്യയിലെ നാച്ചുറൽ വെജിറ്റേഷൻ എങ്ങനെ, സോയിൽ ടൈപ്പ് എങ്ങനെ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ. അഗെയിൻ very helpful for our GS1, GS3 and prelims. Then resources എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ റിസോഴ്സസ്, മിനറൽസ് മാത്രമല്ല, ഇത് ലാൻഡ് വാട്ടർ റിസോഴ്സ് ആണ്, ഫോറസ്റ്റ് ഒരു റിസോഴ്സ് ആണ് അല്ലെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ ഇയർ, ലൈക്ക് ഇന്ത്യയിലെ ഫോറസ്റ്റ് ആസ് എ റിസോഴ്സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു മെയിൻസിന്. സോ ഇഫ് യു സ്റ്റഡി ദിസ് പർട്ടിക്കുലർ ടോപ്പിക്, ദാറ്റ് ഇസ് ഇൻ കേക്ക് വാക്ക്. ഓക്കെ, സോ ലാൻഡ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സസ്, ഇന്ത്യയിലെ മിനറൽസ്, എനർജി, എവിടെയാണ് അയൺ ഓൾസ് ഉള്ളത്, എവിടെയാണ് ഗോൾഡ് ഓൾസ് ഉള്ളത്, എവിടെയാണ് നമുക്ക് കോൾ മൈൻസ് ഉള്ളത്, ലിഥിയം റിസർവ്സ് എവിടെയാണ് ഇപ്പൊ റീസെന്റ് വന്നത്, ഇത്തരത്തിലുള്ള റെയർ എർത്ത് മിനറൽസ് എവിടെയൊക്കെയാണ്. സോ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദാറ്റ് വുഡ് ബി കവറിംഗ് അണ്ടർ ദിസ് പെർട്ടിക്കുലർ പോർഷൻ. ആൻഡ് അഗ്രികൾച്ചർ അല്ലെ, ഇവൻ ദോ വി സേ ഇന്ത്യ ഇപ്പോൾ ടെർഷ്യറി സെക്ടറിലാണ് നമ്മൾ കൂടുതൽ GDP ഷെയർ വരുന്നതെങ്കിലും almost 40% of the population still depending upon agriculture അല്ലെ. സോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് we need to study regarding the irrigation, ഇന്ത്യയിലെ ഫെർട്ടിലൈസേഴ്സ്, പവർ ഡിസ്ട്രിബ്യൂഷൻ, നമ്മളുടെ ലാൻഡ് ഹോൾഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ്, മേജർലി ദ ക്രോപ്പിംഗ് പാറ്റേൺ, എവിടെയൊക്കെയാണ് വീറ്റ് കൾട്ടിവേഷൻ, എവിടെയൊക്കെയാണ് റൈസ് കൾട്ടിവേഷൻ, എന്താണ് വീറ്റ് കൾട്ടിവേഷനിൽ വന്ന റീസെന്റ് ചേഞ്ചസ് എന്താണ്, ഷുഗർ കെയിൻ ഇൻഡസ്ട്രി. ആൻഡ് ഓൾസോ വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് വേരിയസ് ന്യൂ ടെക്നിക്സ് ഇൻ ഫാമിംഗ് അല്ലെ. ഇപ്പൊ ഡ്രൈ ലാൻഡ് ഫാമിംഗ്, ഡ്രൈ ഫാമിംഗ്, അക്വാപോണിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. And also along with agriculture we will be studying the livestock, aquaculture, sericulture, poultry, dairying, livestock by bandata കാര്യങ്ങൾ also we will be covering. Then resource പഠിച്ചു കഴിഞ്ഞാൽ we should study regarding industries. അപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലൈക്ക് ഒരുപാട് സ്ഥലങ്ങൾ പഠിക്കണം, സ്ഥലങ്ങളുടെ പേര് പഠിക്കണം. സോ ഓരോ ഇൻഡസ്ട്രീസും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നതിൽ there are several factors. So we will be studying these factors. ഇപ്പോൾ ലൊക്കേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇന്ത്യൻ ഫിസിക്കൽ സെറ്റിംഗ് പഠിച്ചു, നമ്മൾ ഓൾറെഡി ക്ലൈമറ്റോളജി, ജോഗ്രഫി, ജിയോമോർഫോളജി പോലെ കാര്യങ്ങൾ പഠിച്ചു. ഒരു ലൊക്കേഷൻ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓരോ ഇൻഡസ്ട്രിയും ഇന്ത്യയുടെ ഏത് ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ വേൾഡിന്റെ ഏത് ഭാഗത്തായിരിക്കും വി വിൽ ബി ഏബിൾ ടു ഗെസ്. സോ ഇറ്റ്സ് ലൈക്ക് സിംപ്ലി നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ രീതിയിൽ നോക്കിയാൽ തന്നെ the industrial zone or the industrial part of our examination will be very easy. We have to study also regarding the industrial policy. And obviously transport, communication and trade comparatively വളരെ ചെറിയൊരു മൊഡ്യൂൾ ആണ്. Like we have the different ways of transportation, like road, railway, waterway, airway, pipeline. How important is this transportation for the Indian trade? നമ്മുടെ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺസ് ഏതൊക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻലൻഡ് വാട്ടർവേ അതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്, such type of things. And also we will get questions regarding some of the Indian space program as well. Then we have the cultural setting. Humans പറ്റി പഠിക്കുമ്പോൾ കൾച്ചർ എന്ന് പറയുന്ന വാക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആണ് അല്ലേ. ലൈക്ക് വെൻ പീപ്പിൾ സ്റ്റാർട്ട് ടു ഹാവ് എ പെർട്ടിക്കുലർ സിവിലൈസേഷൻ, അവിടെ അവരുടേതായ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തു വരും. ഇൻ ദ കേസ് ഓഫ് ലാംഗ്വേജ്, ഇൻ ദ കേസ് ഓഫ് ഫുഡ്, ഇൻ ദ കേസ് ഓഫ് എവറിത്തിങ് അല്ലെ. സോ ഇന്ത്യ എന്ന് പറയുന്നതും കൾച്ചറലി ഡൈവേഴ്സ് ആയ രാജ്യമാണ്. So we need to study regarding the linguistic diversity, the ethnic diversity, the religious diversity, നമ്മുടെ tribes, tribal groups, അവരുടെ പ്രോബ്ലംസ്, ഇതെല്ലാം നമ്മുടെ GS1 സൊസൈറ്റിയുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പരിധി വരെ നമുക്ക് GS2 ലൈക്ക് സോഷ്യൽ ജസ്റ്റിസ് പോർഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഇന്ത്യയിലെ പോപ്പുലേഷനും അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ we will be studying under this particular topic. Then settlements. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റിൽമെന്റ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മളിവിടെ GS1 നോക്കിയിരുന്നു, പോപ്പുലേഷൻ സെറ്റിൽമെന്റ് ജോഗ്രഫി. അഗെയിൻ അതിന്റെ ഇന്ത്യൻ മോഡൽ ആപ്ലിക്കേഷൻ, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി അണ്ടർ സെറ്റിൽമെന്റ്സ്. എങ്ങനെയാണ് ഇന്ത്യയിലെ റൂറൽ സെറ്റിൽമെന്റ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതിന്റെ പാറ്റേൺസ് എന്തൊക്കെ, ആൻഡ് ഇന്ത്യയിലെ സിറ്റീസിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ്, വാട്ട് ആർ ദി മെട്രോപൊളിറ്റൻ സിറ്റീസ്, വാട്ട് ആർ ദി ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദി ഇന്ത്യൻ അർബൻ പ്ലാനിങ് അല്ലെങ്കിൽ ഇന്ത്യൻ റൂറൽ ഡെവലപ്മെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിങ്, അതും നമ്മൾ GS1 റീജിയണൽ പ്ലാനിങ് നോക്കിയിരുന്നു, അതിന്റെ ഇന്ത്യൻ ആപ്ലിക്കേഷൻ. So how, what are the projects done by the government, how government is trying to develop a particular region, അതുമല്ല എങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ റീജിയൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി എ സിവിൽ സർവന്റ്, യു വിൽ ബി പോസ്റ്റഡ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടാവും, ആ ഇഷ്യൂവിനെ എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് മാറ്റുന്നു. So if you are particularly appointed in a drought prone region, how well you can plan those regions to come out of that issue of drought.
അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ റീജിയണൽ ഡെവലപ്മെന്റ് പ്ലാനിംഗ് ബേസിൽ യു ഹാവ് ദി ക്വസ്റ്റ്യൻസ് ലൈക്ക് ദി മൾട്ടി ലെവൽ പ്ലാനിംഗ്, ഓൾ സച്ച് തിങ്സ്. Then political aspects, bit of geopolitics, where you have to study regarding India's boundary, the issues related to India's boundary, the cross-border terrorism, and South Asian geopolitics, Indian Ocean realm, Indian Ocean geopolitics, and issues within India, Indian federalism basis എന്തൊക്കെയാണ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എല്ലാം നിങ്ങൾ GS2 പൊളിറ്റിയിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ അപ്ലിക്കേഷൻ കംസ് അണ്ടർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്. അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് ദി കോണ്ടംപററി ഇഷ്യൂസ്. കോണ്ടംപററി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്, ഹൗ ക്യാൻ വി സോൾവ് സച്ച് ഇഷ്യൂസ്. എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആവാം, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് ക്വേക്ക് പോലുള്ള ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് പൊല്യൂഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആവാം, ഡീഫോറസ്റ്റേഷൻ, ഡെസർട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആവാം. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ മീൻസ് ഒരു റീജിയനിൽ കൂടുതലായിട്ട് വളർന്നു വരുന്ന പോപ്പുലേഷനെ പറ്റിയുള്ള കാര്യങ്ങളാവാം. സോ അത്തരത്തിലുള്ള കോണ്ടംപററി ഇഷ്യൂസ് ദാറ്റ് വിൽ ബി ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദിസ് പാർട്ട് 10. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ our geography syllabus would be complete. Okay. അപ്പോൾ ഇതാണ് ലൈക്ക് നമുക്കൊരു ഓവർവ്യൂ റിഗാർഡിംഗ് വാട്ട് ഓൾ ടോപ്പിക്സ് വി നീഡ് ടു ടച്ച് വെൻ വി ആർ പ്രിപ്പയറിംഗ് ഫോർ ജോഗ്രഫി എന്നുള്ളൊരു കാര്യം. സോ ഇനി പൊതുവെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, എന്ത് പുസ്തകം, ഏതൊക്കെ ബുക്സ് ഇതിനു വേണ്ടി റെഫർ ചെയ്യണം, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ബുക്സ് ദാറ്റ് വി നീഡ് ടു റെഫർ, ഹൗ ക്യാൻ വി പ്രിപ്പയർ എന്നുള്ള കാര്യം. ഓക്കെ, സോ ഫോർ യുവർ പ്രിപ്പറേഷൻ, while you are preparing ബുക്സ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ബേസിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെ. ബേസിക്സ് നമ്മൾ കയറായി കഴിഞ്ഞാൽ വി നീഡ് ടു കവർ ദി സിലബസ്, സിലബസ് കവറേജ് ഉണ്ട്. ദെൻ വി ഹാവ് സം വാല്യൂ അഡീഷൻ. എപ്പോഴും നമ്മൾ ബേസിക്സ് എന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്, നിങ്ങൾ UPSC എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് പോയപ്പോൾ തൊട്ട് വരുന്ന സംഭവമായിരിക്കും NCERT. അതേപോലെ സുന്ദർ സാർ പറഞ്ഞു GC ലിയോങ് പോലുള്ള പുസ്തകങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ബേസിക്സ് എന്ന് പറയുന്ന ഭാഗത്ത്, ബേസിക്സിൽ നിന്നും ചിലപ്പോൾ നേരിട്ട് തന്നെ 1-2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ സിലബസ് കവറേജ് എന്ന് പറയുന്ന ഭാഗമാണ് ഇതിന്റെ ബാക്ക് ബോൺ. അതായത് ഒരുപാട് ബുക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ സവീന്ദ്ര സിംഗ് പഠിക്കണം, കുള്ളർ പഠിക്കണം, RD ദീക്ഷിത് പഠിക്കണം. യെസ്, ഈ പുസ്തകങ്ങളെല്ലാം പഠിക്കണം. വി ഹാവ് സെവറൽ സോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ. കാരണം ജോഗ്രഫി സബ്ജക്ട് നമുക്ക് ധാരാളം സോഴ്സസ് കിട്ടും. വാട്ട് വി പ്ലാൻ ടു ഡു ഇൻ അവർ കോഴ്സ് ഇസ് ദാറ്റ് ഈ സിലബസ് കവറേജിൽ ഈ പറയുന്ന എല്ലാ പുസ്തകങ്ങളും including the basics, that we have done all the work and we will be giving you in some capsule form. അതായത് നിങ്ങൾക്ക് സിലബസ് കവറേജിന് വേണ്ടി പുസ്തകത്തിൽ ധാരാളം ടൈം സ്പെൻഡ് ചെയ്യാതെ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫ്രം ദി ബൈബിൾ വായിച്ചാൽ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഫോളോ. അങ്ങനെയല്ല, ബട്ട് വി വിൽ ട്രൈ ടു മേക്ക് യുവർ ജേർണി മച്ച് ഈസിയർ, മച്ച് സ്മൂത്തർ ആൻഡ് മച്ച് സിംപ്ലർ. അപ്പൊ ആ ഒരു വർക്ക് ഈ പറയുന്ന ലൈക്ക് ബേസിക് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ട് വി വിൽ ബി ഗിവിംഗ് യുവർ ക്ലാസ് നോട്ട്സ് ആസ് വെൽ ആസ് ദി മെറ്റീരിയൽസ്. അപ്പൊ സിലബസ് കവറേജ് നമ്മൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ദെൻ വി നീഡ് ടു ഹാവ് സം വാല്യൂ അഡീഷൻ. കാരണം സിലബസിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് നേരിട്ടൊരു ചോദ്യം നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വരില്ല എന്നല്ല, വി വിൽ ഹാവ് സം ക്വസ്റ്റ്യൻ വിച്ച് ബേസിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങളെ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ. അപ്പോൾ ആ അപ്ലിക്കേഷൻ ലെവലിൽ വാല്യൂ അഡീഷൻ നമുക്ക് ആവശ്യമുണ്ട്. ദാറ്റ് വാല്യൂ അഡീഷൻ മെറ്റീരിയൽസ് വിൽ ബി ഓൾസോ പ്രൊവൈഡഡ് ബൈ us. ഓക്കെ, സോ ഇവിടെ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ കൂടി വി ഹാവ് ഗോൺ ത്രൂ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത, നമ്മൾ അറിഞ്ഞെടുത്ത, നമ്മൾ ചെയ്തു വെച്ച ദി ക്രാക്സ് അല്ലെങ്കിൽ ആ പറയുന്ന സോ കോൾഡ് പ്രഷ്യസ് ജെം എന്ന് പറയുന്ന സംഭവം വി വിൽ ബി ഹാൻഡിങ് യു ത്രൂ അവർ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് പ്രിപ്പറേഷൻ നമ്മൾ ലൈക്ക് മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സിലബസ് കവറേജിൽ ലൈക്ക് യു ക്യാൻ സീ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തന്നെ കിട്ടും, സവീന്ദ്ര സിംഗ്, RD ദീക്ഷിത്, കുള്ളർ പോലുള്ള മജീദ് ഹുസൈൻ പോലുള്ള ബുക്കുകളുടെ പേരുകളൊക്കെ കിട്ടും. ബട്ട് യു ക്യാൻ ഗോ ത്രൂ ദോസ് ബുക്ക്. ബട്ട് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ഈ പറയുന്ന ഇത്രയും പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതെ വി വിൽ ബി ഗിവിംഗ് യു എ ക്രിസ്പ് ഓർ ക്യാപ്സ്യൂൾ തിങ്സ്, വാട്ട് എവർ തിങ്സ് ആർ റിക്വയർഡ് ഫോർ യുവർ എക്സാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കിക്കാലും വി ക്യാൻ ഡിവൈഡ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബേസിക് ക്വസ്റ്റ്യൻസ്, we have syllabus directly from syllabus questions,
and we have the analytical type of questions. നമ്മളെ സിലബസിൽ നമ്മൾ പ്ലാൻ അല്ലെങ്കിൽ നമ്മളെ പ്രിപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ബേസിക് സിലബസ് കവറേജ് അതേപോലെ വാല്യൂ അഡീഷൻ പോയി കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വി ക്യാൻ ഡയറക്ട്ലി റിലേറ്റ് ടു ദീസ് തിങ്സ്. അപ്പോൾ ഈ രീതിയിൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആസ്ക്ഡ് ഫ്രം ദി പർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, ഇനി മറ്റൊരു സിഗ്നിഫിക്കന്റ് തിങ്, അതായത് ജോഗ്രഫി ഓപ്ഷനിൽ ഇങ്ങനെ ഇത്ര ഓപ്ഷനിൽ ഇത്രയും ടോപ്പിക്സ് പഠിക്കണം, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പലവർക്കും എന്തുകൊണ്ട് മിസ്സായി പോകുന്നു, അല്ലെങ്കിൽ വൈ ലൈക്ക് ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്താലും എന്തുകൊണ്ട് കിട്ടുന്നില്ല? കാരണം ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കാര്യത്തില് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ക്ലൈമറ്റിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ക്ലൈമറ്റോളജിക്കലായ കാര്യങ്ങൾ, മെട്രോളജിക്കലായ കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ ഓഷ്യൻ അതിലൊരു മേജർ റോൾ കളിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ടോപ്പോഗ്രഫി അതിലൊരു മേജർ റോൾ കളിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷൻ വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളുടെ പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഒരു മേജർ റോൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഈ എവ്രിതിങ് ഈസ് ബേസിക്കലി ഇന്റർലിങ്ക്. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? ദേ ആർ വെരി മച്ച് ഇന്റർലിങ്ക്, തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടന്റ് ടു ഹാവ്, എന്താ പറയാ, നമ്മളൊരു ഡ്രോൺ വെച്ച് നോക്കുന്ന പോലെ ഒരു ടോപ്പ് വ്യൂ എപ്പോഴും വേണം, അല്ലെങ്കിൽ ഒരു ബേർഡ് ഐ വ്യൂ ഈസ് വെരി സിഗ്നിഫിക്കന്റ്. ബേർഡ് ഐ വ്യൂ എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഇതെല്ലാം ബ്ലോക്സ് ആയിട്ട് പഠിക്കും. ഓക്കെ, സോ വെൻ എ ക്വസ്റ്റ്യൻ ഈസ് ബീങ് ആസ്ക്ഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആ ക്വസ്റ്റ്യന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ടോപ്പിക്സിനെ മാത്രം പിക്ക് ചെയ്ത് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പെർസ്പെക്റ്റീവ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ യു മൈറ്റ് ഹാവ് ടു അപ്ലൈ ഇറ്റ് ഓൺ ദി ലൈക്ക് സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ആ ഒരു കണക്ഷൻ, ആ ഒരു ലിങ്കിങ് ടോപ്പിക്സ് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ലിങ്ക് ചെയ്യണം, ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്യണം. ഒരു വളരെ ലൈക്ക് അത് പറഞ്ഞു തരുന്ന വളരെ ഒരു പരിമിതി ഉണ്ട്, വളരെ ലിമിറ്റേഷൻ ഉണ്ട്. ദാറ്റ് വി വിൽ ഡു ത്രൂ അവർ ടെസ്റ്റ് പേപ്പേഴ്സ്. സോ ആസ് സർ സെഡ്, നിങ്ങൾക്ക് അറ്റ് എ ടൈം പാരലി 2 മൊഡ്യൂൾസ് എന്ന രീതിയിൽ പോകുന്നുണ്ടാവും. ആ 2 മൊഡ്യൂൾസ് കഴിയുമ്പോൾ യു വിൽ ബി ഹാവിംഗ് എ മൊഡ്യൂൾ വൈസ് ടെസ്റ്റ്. And module wise test പോയതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രസ് അനുസരിച്ച് we will be having multiple number of other tests also. And once you clear the prelims, സുന്ദരൻ സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ട ഒരു മെന്റർഷിപ്പ് തരാന്ന് പറയുമ്പോൾ the chances are very high. Once you clear the prelims, we will be having like നമ്മൾ വളരെ ഇന്റൻസ് ആയ രീതിയിൽ പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് ലൈക്ക് മൊഡ്യൂൾ വൈസ് ടെസ്റ്റും അതേപോലെ തന്നെ വാല്യൂ അഡീഷൻ സെഷൻസും അതേപോലെ ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസും എല്ലാ കാര്യങ്ങളും ചേർത്ത് വിൽ ബി ഗിവിംഗ് an ultimate package. അപ്പോൾ അവിടെ നിങ്ങൾ ആ സിലബസ് കവറേജ് ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ കഴിഞ്ഞു, അതിനുശേഷമുള്ള ഇന്റർ ലിങ്കിങ് വളരെ സ്ട്രോങ് ആയിട്ട് വരും. വി ഗെറ്റ് 2 or 2.5 months അല്ലെ, ആ സമയം കൊണ്ട് വിൽ ഡു ദാറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വി മേക്ക് ഷുവർ ദാറ്റ് യു സ്കോർ എ ഗുഡ് amount of marks in geography അല്ലെ. നമ്മൾ പൊതുവേ ലൈക്ക് ഒരു 275 plus 280 plus എന്നൊക്കെ പറയുമ്പോഴും വിൽ എയിം ഫോർ 300 plus 300 plus എന്ന രീതിയിൽ നമുക്ക് എയിം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, പേപ്പർ 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതായത് ഒരു 10 mark വർത്ത് ക്വസ്റ്റ്യൻ വിൽ ബി മാപ്പിംഗ്, മാപ്പ് മാർക്കിംഗ് ആണ്. അതായത് ഇന്ത്യൻ മാപ്പിലെ മാർക്കിംഗ്, അതായത് ആ ഒരു സമയത്ത് വന്ന ഇമ്പോർട്ടന്റ് പ്ലേസസിനെ പറ്റിയിട്ട്, സിഗ്നിഫിക്കന്റ് ആയ പ്ലേസസിനെ പറ്റിയിട്ട് ലൈക്ക് ദേ വിൽ ബി ഗിവൺ 10 പ്ലേസസ്, 10 പ്ലേസസ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും. ഇന്ത്യൻ മാപ്പിൽ നിങ്ങൾ ആ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണം. ആ സ്ഥലത്തിനെ പറ്റി യു നീഡ് ടു റൈറ്റ് ഫ്യൂ വേർഡ്സ് ഓൾസോ. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ദാറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സിലെ സെഷൻസ് പോകുമ്പോൾ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ലൈക്ക് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുന്ന ഭാഗത്ത് മാപ്പ് ബേസ്ഡ് ആയ കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ടാവും. ദാറ്റ് വുഡ് ഹെൽപ്പ് യു ഇൻ ദി സ്റ്റാറ്റിക് തിങ്സ്. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സ് വരുന്ന സ്ഥലങ്ങളെ വീക്ക്ലി വി വിൽ ബി അപ്ഡേറ്റിംഗ് വിത്ത് ഒരു PDF ഫയൽ എന്ന രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ആ ഒരു പെർട്ടിക്കുലർ വീക്കിൽ വന്ന ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ ദാറ്റ് യു ഷുഡ് നോട്ട്, ദാറ്റ് വി വിൽ പ്രിപ്പയർ ആൻഡ് ഷെയർ ടു ദ ഗ്രൂപ്പ് സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ യു. അപ്പൊ അങ്ങനെ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ടുവേർഡ്സ് ദി എക്സാം ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ വി വിൽ ബി ഹാവിംഗ് എ ഗ്രൂപ്പ് ഓഫ് ഫയൽസ് ദാറ്റ് യു ക്യാൻ സിംപ്ലി റീഡ് ആൻഡ് റിവൈസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു സ്കോർ ദോസ് 10 marks. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ബേസിക്കലി എന്താ പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, യെസ് സുന്ദരം സാർ.
സാർ ഞാൻ ട്രാവലിംഗിലാണ് സാർ. സാർ കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ആ ഡേറ്റ്സും പ്രീ ക്ലാസ് മറ്റേ അതിന്റെ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പറഞ്ഞു. ഷുവർ. ഓക്കെ, സോ ലൈക്ക് നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, സോ ഞാനും സുന്ദരം സാറും രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ലൈക്ക് ഒബ്വിയസ്ലി നമുക്ക് ആക്ച്വലി ജോഗ്രഫി ഓപ്ഷനെ പറ്റി നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നുണ്ടെങ്കിലും we have our own expertise പല സബ്ജക്റ്റിലും പല ടോപ്പിക്സിലും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് we have divided the topics. അതിന്റെ ബേസിലാക്കി നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ക്ലാസ്സിൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ഡിക്റ്റേറ്റഡ് നോട്ട്സ്, ലെക്ചർ നോട്ട്സ് കിട്ടും. അതുകൂടാതെ വാല്യൂ അഡീഷൻ മെറ്റീരിയൽ എക്സ്ട്രാ ആയിട്ട് കിട്ടും. ആൻഡ് വി വിൽ ബി ഓൾസോ ട്രൈങ് ടു കവർ ദ കറന്റ് അഫയേഴ്സ്. അതായത് നമ്മുടെ ടോപ്പിക്സിനൊപ്പം തന്നെ കറന്റ് അഫയേഴ്സ് കവർ ചെയ്യുന്നുണ്ടാവും. ഇതല്ലാതെ എക്സ്ട്രാ അഡീഷണൽ കറന്റ് അഫയേഴ്സ് ഓൾസോ വിൽ പ്രൊവൈഡ്. ആൻഡ് നിങ്ങൾക്കിപ്പോ ലൈക്ക് എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയായിരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ we have arranged a demo class. Like we will be starting 25, 26, 27, 28. ഈ 4 ദിവസങ്ങളിൽ നമ്മളൊരു ക്ലാസ് we will have arranged class, so you can attend. നിങ്ങൾക്ക് like if you are like ഒരു ഡെമോ പോലെ ഡെമോൺസ്ട്രേഷൻ പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ you can attend. The further details of this particular demo class will be updated in the group, and we are planning to start our batch by November 8th. November 8th ആണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കത്തില് is offline class available? No, for the time being we are starting it online. ഓൺലൈൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. കാരണം പലരും ഇപ്പോഴും നിങ്ങൾ GS പ്രിപ്പറേഷനും അല്ലെങ്കിൽ ക്ലാസ്സും മുന്നോട്ട് പോകുന്ന സമയമാണല്ലോ. സോ വിൽ ലൈക്ക് പ്രിപ്പയർ ഇറ്റ് ഓൺലൈൻ. നിങ്ങളുടെ GS-നെ മറ്റു കാര്യങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ആ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തിട്ട് we will go for online. ഓക്കെ, സോ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ഫസ്റ്റ് ആൻസർ ചെയ്യാം. ലൈക്ക് ചാറ്റ് ബോക്സിൽ വന്നിരുന്നത്. ദെൻ എനിക്ക് ജോഗ്രഫി ഓപ്ഷൻ എടുക്കുവാൻ പറ്റുമോ? ഞാൻ 10th വരെ ജോഗ്രഫി പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഞാനും 10th വരെ ജോഗ്രഫി പഠിച്ചിട്ടുള്ളൂ. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും അല്ലെങ്കിൽ ജോഗ്രഫി ഓപ്ഷൻ എടുത്ത് റാങ്ക് കിട്ടിയ ഒട്ടുമിക്ക ആൾക്കാരും 10th വരെ ജോഗ്രഫി പഠിച്ചിട്ടുള്ളൂ. നമ്മൾ 10th വരെ പഠിച്ച ജോഗ്രഫി തന്നെ മതി. അതിന് പുറത്ത് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഫിൽ ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ജോഗ്രഫിയിൽ ഒരു UG ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫസ്റ്റ് പഠിച്ചാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ GS-ൽ പഠിക്കുന്ന പല ടോപ്പിക്സും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടും കൂടിയില്ല, അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഇഷ്യൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇറ്റ് ലൈക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇറ്റ് വോണ്ട് ബി ആൻ ഇഷ്യൂ. ന്യൂസ് റീഡിംഗ് എഫക്റ്റീവ് ആക്കാനുള്ള മെത്തേഡ്സ് കുറെ ടൈം പോകുന്നു റീഡിംഗിന് മാത്രമായിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം ജോഗ്രഫി ഓപ്ഷണൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. This I will come back later. What are the extra topic in optional than in prelims and GS? I think syllabus നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ I think you have understood. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജോഗ്രഫി ഓപ്ഷനിൽ? മാക്സിമം നമുക്ക് എത്ര മാർക്ക് വേണമെങ്കിലും സ്കോർ ചെയ്യാം. 500 വരെ സ്കോർ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് യൂഷ്വലി ലൈക്ക് ഇഫ് യു സി ഒരു 320, 330 വരെയൊക്കെ മുമ്പ് സ്കോർസ് പോയിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു ആർ സെയിങ് ലൈക്ക് ഒരു ഡീസെന്റ് സ്കോർ എന്ന് പറയുന്നതാണെങ്കിൽ വി ക്യാൻ സേ 275 to 80. ബട്ട് ഐ പ്രിഫർ ലൈക്ക് എന്റെ സ്റ്റുഡൻസിനൊക്കെ ഐ എം പ്രിഫറിങ് 300 മാർക്സ്. സോ ദാറ്റ് നമ്മുടെ റാങ്ക് എപ്പോഴും ഹയർ സൈഡിലേക്ക് കിട്ടും. 300 മാർക്സ് രീതിയിൽ നമുക്ക് എയിം ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, വാസ്റ്റ് സിലബസ് ഡീപ് സ്റ്റഡി 4 months കൊണ്ട് കവർ ചെയ്യുവാൻ പറ്റുമോ? 4 months കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. 4 months കൊണ്ട് വി വിൽ ബി സ്റ്റഡിങ് ദി ടോപ്പിക്സ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും വി ഹാവ് ഗോൺ ത്രൂ മൾട്ടിപ്പിൾ ടൈംസ്. അതിൽ നിന്നെല്ലാം ക്രിസ്പായ നോട്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് അൾട്ടിമേറ്റ്ലി നോട്ട്സ് മാത്രം പഠിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം കിട്ടും എന്നല്ല ഒരിക്കലും പറയുന്നത്. അതിന് പുറത്ത് യു നീഡ് ടു സം ഡു വർക്ക്. ഈ എഴുതി വരുന്ന നോട്ട്സ് എല്ലാം നിങ്ങൾ പഠിക്കണം. ലൈക്ക് ഇഫ് യു വാണ്ട് ഫർദർ റെഫറൻസ് അത് നോക്കണം. കറന്റ് അഫയേഴ്സ് കുറച്ച് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വി ക്യാൻ ഈസിലി കവർ വിത്തിൻ 4 months. ദാറ്റ്സ് ഫോർ ഷുവർ, ഡോണ്ട് വറി. പേയ്മെന്റ് EMI ആക്കുവാൻ പറ്റുമോ? യെസ്, വി ക്യാൻ ഡു ദാറ്റ്. ലൈക്ക് അത് നിങ്ങൾക്ക് ഓഫീസുമായിട്ട് വിളിച്ച് സംസാരിച്ചാൽ വാട്ട് ആർ ദി പോസിബിൾ ഓപ്ഷൻസ് യു വിൽ ഗെറ്റ് ദി ഐഡിയ. ഓക്കെ, ന്യൂസ് റീഡിംഗ് മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ റിഗാർഡിംഗ് ജോഗ്രഫി ഓപ്ഷനിൽ? മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ജോഗ്രഫി നമുക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഐ മീൻസ് ജോഗ്രഫി അല്ലാതെ തന്നെ എല്ലാ മലയാളം ആയാലും മറ്റു വിഷയങ്ങളായാലും നമുക്ക് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് മാർക്ക് നേടാൻ പറ്റുമോ? ഓക്കെ, ജോഗ്രഫി എന്നല്ല, നമുക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിലും സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ GS ആണെങ്കിലും എല്ലാം സെൽഫ് പ്രിപ്പയർ ചെയ്തെടുത്ത ആൾക്കാരൊക്കെ മുമ്പുണ്ട്. ബട്ട് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ലൈക്ക് യു നീഡ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം. അതായത് ഇവിടെ ക്ലാസ്സിൽ 2 hours നമ്മൾ പുഷ് ചെയ്യുന്ന കണ്ടന്റ്, പുഷ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ടേക്ക് യു ലൈക്ക് 8 hours അല്ലെങ്കിൽ 1 day വർക്ക് ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസം.
ആൻഡ് സെക്കൻഡ്ലി ഞാൻ പറഞ്ഞല്ലോ ഈ ടോപ്പിക്സ് എല്ലാം തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലൈക്ക് വി ക്യാൻ ഡു ദാറ്റ്, നമുക്കത് ഈസിലി കണക്ട് ചെയ്ത് തരാൻ പറ്റും. ബട്ട് യു മൈറ്റ് ടേക്ക് സം ടൈം ഫോർ യു ടു കണക്ട് ഇറ്റ് ഇൻ ബിറ്റ്വീൻ. അത് മാത്രമല്ല ഇപ്പൊ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ ചിലത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, എല്ലാം കവർ ആയി പോയിട്ടുണ്ടോ, മേ ബി നമുക്ക് ഈ ഓപ്ഷണൽ ലൈക് സിലബസിൽ വന്ന ടോപ്പിക് അല്ലാതെ ചിലപ്പോൾ കഴിഞ്ഞ വർഷം വന്നൊരു ട്രെൻഡ് മാറ്റം ഉണ്ടായേക്കാം, അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതെല്ലാം മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ട് വന്നേക്കാം. അത് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ഇഫ് യു ആർ ഏബിൾ ടു ഡു ഓൾ ദീസ്, സെൽഫ് പ്രിപ്പറേഷൻ വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ്. ഓക്കെ, യെസ്, എനി അതർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പൊ ഞാൻ ആക്ച്വലി മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അശ്വതി ന്യൂസ് റീഡിംഗ് എഫക്റ്റീവ് ആക്കാനുള്ള മെത്തേഡ്സ്. കുറെ ടൈം പോകുന്നു റീഡിംഗിന് മാത്രമായിട്ട്. സോ യൂഷ്വലി നമ്മളിപ്പോൾ ന്യൂസ് റീഡിംഗ് ഇപ്പോൾ GS പേപ്പർ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഹിന്ദു പേപ്പർ വായിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇനീഷ്യലി യു മൈറ്റ് ടേക്ക് ഒരു 2.5-3 hours എടുക്കും. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. എല്ലാവർക്കും തുടക്കത്തിൽ അങ്ങനെ ഒരു ടൈം പീരീഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, ന്യൂസ് പേപ്പർ എഫക്റ്റീവ് ആക്കാനുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ഓക്കെ, ഇപ്പൊ ജോഗ്രഫി ഓപ്ഷണൽ സിലബസ് പറയുന്ന പോലെ തന്നെ GS പേപ്പറിന്റെ സിലബസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ പെർട്ടിക്കുലർ സബ്ജക്ട് ഏത് പേപ്പറിൽ വരുന്നു, ആ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് വരുന്നു എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും. ദാറ്റ് ഇസ് ദി ഷെൽഫ് റാക്ക്. നമ്മൾ ഒരു ഷെൽഫിൽ അലമാര ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമാണ് സിലബസ്. നമ്മൾ ഫില്ല് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുന്ന ഈ അലമാരുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ GS 1 ഈ റാക്കിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ പോളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ GS 2 ഈ റാക്കിലേക്ക് പോട്ടെ, അങ്ങനെ നമ്മൾ എടുത്തു വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ താഴെ വീണു പോകും. കാരണം നമ്മൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെക്കാൻ നോക്കുമ്പോൾ വയ്ക്കുന്ന സാധനങ്ങൾ താഴെ വീണു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എടുത്തു വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റിവൈസ് ചെയ്യാൻ പറ്റണം. സോ ദ മോസ്റ്റ് എഫക്റ്റീവ് വേ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഞാൻ ചെയ്ത വർക്ക്ഔട്ടായ കാര്യമാണ് പറയുന്നത്, ടു മേക്ക് യുവർ ഓൺ നോട്ട്സ്. ഓക്കെ, നമ്മൾ വായിക്കുന്ന ന്യൂസിനെ പറ്റി ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ള കാര്യമാണ്. ആൻഡ് ടു ബി കൺസിസ്റ്റന്റ്. രണ്ടാമത്തെ കാര്യം, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ബേസിൽ പോകാൻ പറ്റും. അപ്പൊ നോട്ട്സ് ഉണ്ടാക്കുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു റിവൈസ്. നമുക്ക് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതാണ് എന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ കാര്യം. അതായത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവണം, എന്റെ നോട്ടിൽ ഇത്രാമത്തെ പേജിൽ അത് കിടപ്പുണ്ട് എന്ന രീതിയിൽ വരെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വെക്കാൻ പറ്റണം. ഇത് കൺസിസ്റ്റന്റ് ആയി ചെയ്ത മറ്റൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ ലൈക്ക് ഇൻ 2020 പ്രിലിംസ് when I wrote the exam, എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ടേം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വർഷം കറണ്ട് അഫയേഴ്സ് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഐ എം ഷുവർ, ഐ എം സോ കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. അപ്പൊ ഒരു ടേം വന്നു കഴിയുമ്പോൾ ബേസിക്കലി അത് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, ദാറ്റ് മീൻസ് അത് കഴിഞ്ഞൊരു വർഷം സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണം. സോ ടൈം പോകുന്നത്, ന്യൂസ് പേപ്പറിന് ടൈം പോകുന്നത് 3 hours പോകുന്നത് ബേസിക്കലി അതൊരു ഇനീഷ്യൽ ഫേസിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയ ലൈക്ക് ആസ്പിറൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ആസ് ദ ടൈം പ്രോഗ്രസ് വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ടു 1 hour, 1.5 hours. ഓക്കെ, ആൻഡ് പൊതുവെ കമ്പൈലേഷനിലേക്ക് ഒരു ചായ്വ് പൊതുവെ എല്ലാവർക്കും ഉണ്ട്, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഈസി എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. ബട്ട് കഴിഞ്ഞ 2 വർഷത്തെ മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ന്യൂസ് പേപ്പർ റീഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. Compilations you can use it for revision. Okay, yes, we have one more query that was from എനിക്ക് ഡെയിലി 7:30 to 9:30 GS ലൈവ് ക്ലാസ് ഉണ്ട്. മോർണിംഗ് ജോബിന് പോയിട്ട് 6 PM വരും. എന്റെ ടൈം ഓപ്ഷനിനെ ബാധിക്കുമോ? ഓക്കെ, സോ ഗോകുൽ, ഓക്കെ, നമ്മൾ എക്സാക്ട് ടൈമിംഗ്, ക്ലാസ്സിൽ ടൈമിംഗ് നമ്മൾ ആസ് ഓഫ് നോ മോർണിംഗ് ആണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണെന്നുള്ള കാര്യം റെസ്പോണ്ട്. സോ ഇഫ് യു ആർ മിസ്സിംഗ് ദി ക്ലാസ്, ഡോണ്ട് വറി, ക്ലാസിന്റെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ യുൽ ബി ലൈക്ക് നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ക്ലാസിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് തരും. യു ക്യാൻ വാച്ച് ഇറ്റ്. നിങ്ങളുടെ സൗകര്യം പോലെ വാച്ച് ചെയ്ത് യു ക്യാൻ മേക്ക് ദ നോട്ട്സ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ഓൾസോ ഇപ്പൊ ഞാനായാലും സാറായാലും ഓൾവേസ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് കാണുമ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ മെസ്സേജ് us വാട്സാപ്പിൽ ഒന്ന്, സാർ ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു പ്രോംപ്റ്റ് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ, ബിക്കോസ് വി ഹാവ് സം അതർ വർക്ക്സ് ഓൾസോ, റൈറ്റ്? സോ പ്രോംപ്റ്റ് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും യു വിൽ ഗെറ്റ് ദി reply by end of the day or the next day morning, or audio or whatever way we can communicate, we will do. Okay, anything else? How many days there will be class in a week? Okay, as of now we are planning for 200 hours. So നിങ്ങൾ 4 months 200 hours മനസ്സിലാക്കി നോക്കുക. Like we will be planning for around 10 hours a week. ഒരു വീക്കിൽ 10 hours രീതിയിലായിരിക്കും നമ്മൾ ആസ് ഓഫ് നോ പോകുന്നുണ്ടാവുക. ആൻഡ് വിൽ സി ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഹോളിഡേസ് മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വി വിൽ ചേഞ്ച് ഇറ്റ് അക്കോർഡിംഗ്ലി. ഓക്കെ, യെസ്, കാരണം ലൈക്ക്
നമ്മൾ ക്ലാസ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ക്ലാസ്സിന്റെ എണ്ണം കുറയ്ക്കുക മീൻസ് വി നീഡ് ടു സ്കിപ്പ് മോർ ടോപ്പിക്സ്. അത് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ലൈക്ക് മാക്സിമം എക്സാം ഓറിയന്റഡ് ആയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബേസിക് വാട്ട് ഓവർ വി ആർ അവർ വിഷൻ മിഷൻ ഓർ വാട്ട് ഓവർ തിങ്സ് യു നോ. അപ്പൊ അത് മാത്രമല്ല, ലൈക്ക് വി വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്പെൻഡിങ് എ പെർട്ടിക്കുലർ ടൈം ഫോർ ഓപ്ഷണൽ. കാരണം നിങ്ങൾക്ക് ഓപ്ഷണൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സപ്പോസ് യു ക്ലിയർ ദ പ്രിലിംസ്, എല്ലാ വർഷവും 10,000-12,000 പീപ്പിൾ പ്രിലിംസ് കയറുന്നു. ഈ പ്രിലിംസ് കയറുന്ന എല്ലാവരും, നിങ്ങളിപ്പോ ഇത്രയും പേര് കയറി, അല്ലാതെ പല ആൾക്കാർ കയറുന്നുണ്ടാവും, നിങ്ങളൊപ്പം പഠിച്ച എല്ലാവരും കയറുന്നുണ്ടാവും. ഈ കയറിയ ആൾക്കാരെല്ലാവരും തന്നെ മെയിൻസിന് വേണ്ടി നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും GS1, GS2, GS3 ഒക്കെ നല്ലോണം പഠിക്കും. GS4 എത്തിക്സും പഠിക്കും. ആൻഡ് എത്തിക്സും കൂടി പഠിക്കുകയും ലൈക്ക് ഇവിടെ ഇവർക്ക് എല്ലാവർക്കും തമ്മിലുള്ള എഡ്ജ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ലൈക്ക് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള കണ്ടന്റ് ബേസിലുള്ള ഡിഫറൻസ് വളരെ കുറവായിരിക്കും. നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ എസ്സേ, രണ്ട് നിങ്ങളുടെ ഓപ്ഷണൽ. ഹൗ മച്ച് യു സ്കോർ ഫോർ എസ്സേ, ഹൗ മച്ച് യു സ്കോർ ഫോർ ഓപ്ഷണൽ, ഇത് രണ്ടും നിങ്ങളുടെ റാങ്കിൽ വലിയ റോൾ കളിക്കും. ലൈക്ക് ഒരു 20-30 മാർക്സിന് വ്യത്യാസം വന്നാൽ നിങ്ങളുടെ റാങ്കിൽ നല്ല അതിന്റെ ഡ്രാസ്റ്റിക് ഡിഫറൻസ് വരും. അങ്ങനെ ഡിഫറൻസ് വന്നാൽ യു നോ ദാറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവീസിൽ മാറ്റം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാഡറിൽ മാറ്റം വരാനൊക്കെ. സോ അതുകൊണ്ട് നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് എപ്പോഴും ലൈക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ എസ്സേ 250 മാർക്സ്, ഓപ്ഷണൽ 500 മാർക്സ്, അതിന് നമുക്കൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫീ കൂടി പറയാമോ? ഓക്കെ, ഫീ ലൈക്ക് we would like to keep it low. Like fee will be okay, fee details will be, you can ask from the office നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ടാവും. Okay, so like we need to know like നിങ്ങൾ like what are your, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ, we will try to do that. Okay, and ഒരു we will do as per the മാർക്കറ്റിലെ നോർമലി ഉള്ളതിനേക്കാൾ താഴെയുന്ന രീതിയിൽ we will do. Okay, ലൈക്ക് ഇപ്പൊ നിങ്ങൾ മറ്റു സ്ഥലത്തൊക്കെ ഓപ്ഷനിൽ നിങ്ങൾ പക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനൊക്കെ താഴെയുന്ന രീതിയിൽ വി വിൽ ഡു. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, യാ, എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാൻ എന്തെങ്കിലും? So okay, it was wonderful meeting you all. Validity, കോഴ്സ് വാലിഡിറ്റി ആണ് ഉദ്ദേശിച്ചെങ്കിൽ ക്ലാസ് നമ്മൾ പറഞ്ഞു 4 months ആണ്. നിങ്ങൾക്ക് ആ ലൈക്ക് ഇപ്പോ നിങ്ങൾ ഈ നവംബർ ബാച്ചിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരിയിലെ ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ വർഷം പ്രിലിംസ് കയറുകയാണെങ്കിൽ ലൈക്ക് യു റൈറ്റ് മെയിനിൽ നിങ്ങൾ എക്സാം ചെയ്ത് പ്രിലിംസ് കയറി കഴിഞ്ഞാൽ ദാറ്റ് ആ മെയിൻസ് ആവുന്ന ടൈമിൽ യു വിൽ ഹാവ് കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ് സപ്പോർട്ട് ഫ്രം അവർ സൈഡ്. നിങ്ങൾക്ക് എന്ത് ലൈക്ക് എങ്ങനെ എക്സാമിനേഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, വാല്യൂഡേഷൻ മെറ്റീരിയൽ എന്തൊക്കെ, ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യണം, നമ്മുടെ ട്രാൻസ്ഫർ പേപ്പർ ഇവാലുവേഷൻ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട് ലിങ്കേജ്, എല്ലാ കാര്യങ്ങളും അപ്പോൾ ഉണ്ടാവും. ആൻഡ് അതിനുശേഷം ലൈക്ക് അടുത്ത വർഷം നിങ്ങൾ മെയിൻസ് എഴുതുന്നുണ്ടെങ്കിൽ ലൈക്ക് വി വിൽ ഗിവ് യു അവർ സപ്പോർട്ട്, നമ്മുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, ലൈക്ക് നോട്ട് ആസ് ദി ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്ക് നിങ്ങൾ എപ്പോഴാണോ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് അതിൽ ലൈക്ക് വി വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് നിങ്ങൾക്ക് ആ ജോഗ്രഫി മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് വി വിൽ ബി ഓൾവേസ് അപ്രോച്ചബിൾ. നമ്മൾ ലൈക്ക് ഇപ്പൊ എന്റെ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് മുമ്പ് ചോദിച്ചാൽ അറിയാം, നിങ്ങൾ എപ്പം അല്ലെങ്കിൽ എത്ര കൊല്ലം മുമ്പ് പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ വി ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. ഓക്കെ, എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, ഇപ്പൊ ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, ഈ പ്രിപ്പറേഷൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോ ഇപ്പൊ 2024 പ്രീലിംസ് വരുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം ഐ വോണ്ട് ടു പ്രിപ്പയർ ഫോർ 1 year. എനിക്ക് നെക്സ്റ്റ് 25 ഒരു പ്രീലിംസ് എഴുതാനാണ് ആഗ്രഹം. കാരണം അത്രയും എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. that we will do. എനിക്ക് മനസ്സിലായി. 25 പ്രിലിംസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നല്ല. We will do. Don't worry about that. അതിൽ കുഴപ്പമില്ലല്ലോ സർ? No issues. We can do. Okay. Then ക്ലാസ്സസ് എപ്പോഴും അവൈലബിൾ ആണോ? റെക്കോർഡിങ്സ് എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയി ശരിയാവില്ലല്ലോ. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകണ്ടേ. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ പരമാവധി ലൈവ് തന്നെ കേൾക്കണം. ഒന്നാമത് റെക്കോർഡിംഗ് എന്നുള്ള കാര്യത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം റെക്കോർഡിംഗ് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ വിൽ ഓൾവേസ് ചൂസ് ദാറ്റ്. നമുക്ക് എപ്പോഴും ക്ലാസ്സിൽ നമ്മൾ നേരിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് എടുക്കുന്നതിന്റെ ഒരു എഫക്ട് ഒരിക്കലും റെക്കോർഡിംഗിൽ കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റെക്കോർഡിംഗ് ഈസ് ഓൾവേസ് ഫോർ 1.5x അല്ലെങ്കിൽ 2x അല്ലെ, അതിട്ട് കാണുന്ന ഓടി പോകുന്നതല്ലേ.
സോ ലൈക്ക് ഇയർ ലോങ് നിങ്ങൾക്ക് കിട്ടില്ല. ഇറ്റ് വിൽ ബി ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ആ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ആൻഡ് ഇപ്പോ ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2026 നിങ്ങൾക്ക് അപ്പോൾ റെഫർ ചെയ്യണം, അങ്ങനെ കിട്ടില്ല. ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഓൺലി റെക്കോർഡിംഗ് അത്ര മാത്രമേ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, റെക്കോർഡിങ്ങിനെ പറ്റി ഇപ്പോഴേ അങ്ങനെ ഇതാവല്ലേ. ലൈക്ക് യു നീഡ് ടു അറ്റൻഡ് ദി ക്ലാസ് ലൈവ് അല്ലെ, എന്നാലേ നമുക്ക് അതിന്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടുള്ളൂ. ഓക്കെ, സോ റെക്കോർഡിങ്സ് പിന്നീട് അവൈലബിൾ അല്ല. സോ യു വിൽ ബി ഹാവിംഗ് ഓൾ ദ നോട്ട്സ്. അതായത് നിങ്ങൾ ക്ലാസ് ഒരിക്കൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ നോക്കിയാലും മനസ്സിലുള്ള നോട്ട്സ് ആണ്. അതാണ് നമ്മൾ ക്ലാസ്സിൽ നോട്ട് ഡിക്റ്റേഷനും വേറെ നോട്ട്സ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യമായി വളരെ റിലേറ്റഡ് ആയ രീതിയിൽ നോട്ട്സ് നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു റിലേറ്റ്. നിങ്ങൾ അന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വാലിഡേഷൻ മെറ്റീരിയൽ വേറെ ആയിട്ട് തരുന്നത്, ലൈക്ക് PDF ആയിട്ട് തരുന്നത്. സോ ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ഓൾസോ. നിങ്ങളുടെ ബേസ് സെറ്റ് ആയി യു മേക്ക് ദി വാലിഡേഷൻ. അപ്പൊ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് പിന്നെയും ആ ക്ലാസ് വീണ്ടും കേൾക്കേണ്ട ഒരു ലൈക്ക് അതിനേക്കാൾ ഉപരി യു ഹാവ് എവറിത്തിങ്. നിങ്ങളുടെ ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, യു ഹാവ് എ കൃത്യമായിട്ടൊരു നോട്ടിന്റെ ഒരു ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ദാറ്റ് വുഡ് ബി മോർ ദാൻ ഇനഫ്. ഓക്കെ, യെസ്, എനിത്തിങ് എൽസ്? മറ്റെന്തെങ്കിലും ഉണ്ടോ? Okay then. So you have the demo session like 25, 26, 27, 28. രണ്ട് ക്ലാസ് സുന്ദര സാർ എടുക്കും, രണ്ട് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടാവും. സോ കൂടുതൽ ഡീറ്റെയിൽസ്, ഡെമോന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ feel free to post that doubt in the group post ചെയ്താൽ we will respond. Okay, so thank you everyone, thank you for joining. Thank you so much. We hope that this session was very much helpful for you. Geography പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.